ദൈവത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവരെയെല്ലാം കൂടി കൊണ്ടുവന്ന ദൈവമായ കർത്താവെ അനുഗ്രഹിക്കണം. ദൈവത്തിന്റെ മഹത്വമുള്ള പ്രവൃത്തിയെ മണിപ്പാൻ ഇന്ന് രാവിലെ ദൈവം വിളിക്കുന്ന പകൽക്കാലം ഉച്ചകഴിഞ്ഞ സമയം ദൈവം കൃപ ചെയ്യുന്നവേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടിയങ്ങളെ വിനീതമായി താഴ്മയായി പ്രാർത്ഥിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമായ നാമത്തിൽ പറയുവാൻ Yeah.
എല്ലാവർക്കും തലകളും അടക്കാം, കണ്ണുകളടക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാനും ദൈവത്തെ ആരാധിക്കുവാനും പ്രാരംഭമായി നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി. തുടർന്നുള്ള നമ്മുടെ ഓരോ പ്രോഗ്രാമിലും ദൈവത്തിന് വലിയ സാന്നിധ്യം ഉണ്ടാകേണ്ടതിനായി ദൈവമായി കർത്താവിന്റെ വലിയ കൃപ നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കേണ്ടതിനായി ദൈവത്തിന്റെ മഹാകൃപയും അനുഗ്രഹങ്ങളും ഈ ശുശ്രൂഷയിൽ കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും അനുഗ്രഹമായി തീരുവാൻ ദൈവമായ കർത്താവ് കൃപ ചെയ്യേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ യാത്രകളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരൊക്കെ ഓർത്ത് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാ അനുഗ്രഹങ്ങളും നല്ല ദാനങ്ങളും ദൈവം നമ്മുടെ മേൽ പകർന്ന് ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഈ അവസരം കർത്താവിന്റെ ദാസന്മാരായ ഹല്ലേലൂയ പാസ്റ്റർ ജോണി പൗലോസും, ഹല്ലേലൂയ അതുപോലെ പ്രാന്തോട്ടത്ത് ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജസ്റ്റിൻ ജോസും മുന്നോട്ട് വന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങൾ പരിശുദ്ധ ദൈവമേ, വളരെ മനോഹരമായ ഈ ഒന്നാം ദിവസത്തിന്റെ വൈകിയ സമയത്തിനായിട്ട് കർത്താവിന്റെ വാഴ്ത്തുന്നു. കർത്താവെ, അങ്ങയുടെ ആലയത്തിൽ ശുശ്രൂഷിക്കാൻ കടന്നു വന്നിരിക്കുന്ന അങ്ങയുടെ ദാസൻ കുടുംബം തലമുറ പാർത്ത് ഒരു കാവൽക്കാരൻ എന്ന പോലെ വിദേശത്ത് പാർത്തുകൊണ്ട് കർത്താവിനെ ഉയർത്താൻ, ജനത്തെ ശുശ്രൂഷിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന വലിയ മുഖാന്തരത്തിനായിട്ട് കർത്താവിനെ വാഴ്ത്തുന്നു. നാളുകളായി ആഗ്രഹിച്ചു, വളരെ അധ്വാനിച്ചു. ദൈവം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഒരുമിച്ച് ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാൻ വന്നിരിക്കുമ്പോൾ അവിടുത്തെ കൃപ കൂടെ ഇരിക്കണം. ഉടയവനെ, അവിടുത്തെ സഹായത്തിനായി സ്തോത്രം. ഇതുവരെ ശുശ്രൂഷിച്ച ശുശ്രൂഷ അതേ നിൽക്കുമ്പോൾ തന്നെ അതിന് മികച്ച അനുഭവങ്ങളിലേക്ക് ദേശത്തിൽ വരാൻ പോകുന്ന കാര്യങ്ങളെ അതേ ഉറ്റുനോക്കി കണ്ട് അതേ മുന്നറിയിപ്പുകളോടുകൂടി ദൈവാത്മാവിന്റെ നിറവിൽ അതേ ശുശ്രൂഷിച്ച് ദേശത്ത് പിന്നെയും അങ്കാര്യങ്ങൾക്കായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കണമേ. അതിനുവേണ്ടി ചെയ്യപ്പെടുന്ന ശുശ്രൂഷകൾ, അതിനുവേണ്ടിയുള്ള അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിച്ച് ദൈവം സൂക്ഷിക്കണം. ഇന്നത്തെ ഈ പ്രോഗ്രാം സംബന്ധിച്ച് ആദ്യോടെ അവിടുത്തെ കൃപ കൊടുപ്പിക്കാൻ പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തിന്റെ മഹത്വത്തിനായിട്ട് സ്തോത്രം. സഭയ്ക്കായും ദൈവത്തിന് സ്തോത്രം. ചുറ്റുപാടുകൾക്കായും ദേശത്തിനായും ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മഹാമനസ്സിലുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ വൈകിയ സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ മഞ്ഞക്കോട് ദേശത്ത് അവിടുത്തെ ആരാധിപ്പാൻ ദൈവം തിരഞ്ഞെടുത്ത വിശുദ്ധീകരിച്ച ഈ സഭാ മന്ദിരത്തിലായിരുന്നുകൊണ്ട് ദൈവത്തെ ഞങ്ങൾക്ക് സ്തുതിപ്പാൻ, അവിടുത്തെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് കൃപ ചെയ്തതിനായി സ്തോത്രം. കാലാകാലങ്ങളിൽ ഈ ദേശത്ത് നാളെ വരെ ശുശ്രൂഷിച്ച എല്ലാ ശുശ്രൂഷകന്മാരെയും അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയിൽ ആരാധിച്ചു വരുന്ന ദൈവജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനിയായ യാഗത്തുമണി പാസ്റ്ററെയും തന്റെ കുടുംബത്തെയും ദൈവസന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കഴിഞ്ഞ ചില നാളുകൾ കർത്താവെ ഇവിടെ ഒരു പഴയ പാർസനേജിൽ അവർ പാർത്ത് ദൈവവേല ചെയ്തു. എന്നാൽ കർത്താവെ, മറ്റൊരു ക്രമീകരണം ചെയ്യാൻ ദൈവം കൃപ ചെയ്തതിനായി സ്തോത്രം. അതിന് സഭാംഗങ്ങളും കർത്തദാസനും ഉത്സാഹിച്ച് ഇന്നേ ദിവസം ആ ദാനത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്തദാസനെ ഈ ശുശ്രൂഷകൾ ചെയ്യാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ച് അയച്ചിരിക്കുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്തു. കടന്നു വന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് കർത്താവേ, ദൈവസഭയുടെ പുരോഗതിക്ക് അനേക കുടുംബങ്ങളെ ഈ ദേശത്ത് ദൈവത്തിന് വേണ്ടി ആദായപ്പെടുത്തുന്നതിനും ഈ സഭയെ പിന്നെ ഉപയോഗിക്കണമേ. സഭാ ശുശ്രൂഷകരെയും കുടുംബത്തെ ഉപയോഗിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ കാലഘട്ടത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് വേണ്ടി അധികം പ്രയോജനപ്പെടാൻ സഭയായി പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമേ. ഇന്നത്തെ ശുശ്രൂഷകളിൽ ഉടനീളം പരിശുദ്ധാത്മാവിന്റെ മഹനീയ സാന്നിധ്യം അവിടെ നൽകിയാൽ യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളും. സ്വർഗീയ പിതാവേ, ആമേൻ. നാം ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും പോലെ
ഇന്ന് നമ്മുടെ പള്ളികളിലെ പ്രതിഷ്ഠ നടത്തുവാനുള്ള ദൈവമായ കർത്താവ് കൃപ ചെയ്തു. എന്നാൽ അതിനുവേണ്ടിയുള്ള നമ്മുടെ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ സന്ദർഭമാണ് ഈ നിമിഷം. എന്നാൽ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ പ്രാരംഭമായി ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവജനം വളരെ ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടായിരിക്കുന്ന പി ജെ സാമുവൽ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ അവരുടെ ആഗ്രഹം പോലെ നാം ഈ ഇന്നത്തെ ദിവസം പറഞ്ഞപ്പോൾ സാറും ഇന്നത്തെ ദിവസം ഫ്രീ ആയിരുന്നു. അതുകൊണ്ട് സാറിനും ഇന്ന് രാവിലെ അതുപോലെ ഇന്ന് ഈ ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം ആയിരിക്കുവാൻ തരപ്പെടുകയാണ്. വളരെ തിരക്കുണ്ടെങ്കിൽ അതിന് നടുവിലാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരുടെ ദാസനോട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ഏത് ആവശ്യങ്ങളിലും വളരെ ആത്മാർത്ഥമായി കടന്നു വന്ന് സഹകരിക്കുകയും സംബന്ധിക്കുകയും ചെയ്യുന്ന ഏത് പ്രോഗ്രാമിന് നമ്മൾ ക്ഷണിച്ചാലും പറയാതെ നമ്മളോടൊപ്പം ആയിരിക്കുന്ന ഒരു ദൈവത്തെ ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു അനുഗ്രഹീത ദൈവദാസൻ കൂടിയാണ്. എന്നാൽ നമ്മുടെ പള്ളിയുടെ ബന്ധത്തിൽ അദ്ദേഹത്തെ തന്നെ ലഭിച്ചത് കൊണ്ട് വലിയ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ തന്നെ കടന്നു വന്നു. എന്നാൽ ഈ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ മലയാളം ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന സാമുവലവരുടെ ഞാൻ അതിലൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ അതിൻ്റെ അടുത്തായിരിക്കുന്ന ശ്രീദാസവരെ അദ്ദേഹം നമ്മുടെ സിയോൺ സെൻട്രൽ സഭയുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവരുടെ നേതൃത്വത്തിലായിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട. എന്നാൽ പലപ്പോഴും നമ്മുടെ ഇവിടെ വന്ന് ശുശ്രൂഷിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ടവർ കൂടിയാണ് ഇന്ന് പഴയക്കാലം നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. എൻ്റെ ഒരു കുടുംബ ബന്ധുവും കൂടെയാണ് അദ്ദേഹം എന്ന് പറയുന്നതിൽ തെറ്റിയില്ല. ആ നിലവാരത്തിൽ പ്രിയ ദേവദാസൻ നമ്മുടെ ഇന്നുള്ള ഈ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് കടന്നു വരുവാനിടയായി തീർന്നു. രാമദാസനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. സഹായിക്കട്ടെ. അതുപോലെ അതിനടുത്തിരിക്കുന്ന നമ്മുടെ ബദനി ബായ്പ കോളേജിൻ്റെ പ്രസിഡന്റ്, അതുപോലെ കാട്ടാക്കട AG സഭയുടെ പാസ്റ്റർ, മേഖലാ ഡയറക്ടറും ഒക്കെ ആയിട്ട് സ്നേഹം പ്രകടിപ്പിച്ച രാമദാസൻ പാസ്റ്റർ PK യേശുദാസ് അദ്ദേഹത്തെയും ഈ കാര്യം അറിയിച്ചു. എന്നാൽ അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടെ കടന്നു വരാമെന്ന് അദ്ദേഹം അറിയിച്ചു. പല തിരക്കുകളൊന്നും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് ഞാൻ പറഞ്ഞു മതമായിട്ടുണ്ടാകണം എന്ന് പറഞ്ഞു. ബന്ധത്തിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സന്തോഷമാണ്. അദ്ദേഹം ഈ മീറ്റിംഗിലേക്ക് വന്ദനം ചെയ്യുന്നു. അതുപോലെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ പാസ്റ്റർ വി ജോൺ, അദ്ദേഹം വിളപ്പിൽ സെക്ഷനിലെ കടക്കാമൂട് സഭയുടെ പാസ്റ്റർ, അതുപോലെ വിളപ്പിൽ സെക്ഷൻ്റെ പ്രസ്പീറ്ററുമായി സേവനം അനുഷ്ഠിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ. ഞാൻ ഈ കാര്യം വളരെ ഷോർട്ടായിട്ടാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. എന്നാൽ കൃത്യസമയത്ത് അദ്ദേഹം ചേരുവാനിടയായി രാമദാസനെ ഞാൻ വന്ദനം ചെയ്യുന്നു. എൻ്റെ ഭാര്യയുടെ അവിടെ മാതൃസഭയുടെ പാസ്റ്റർ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഫാമിലി സഭയുടെ പാസ്റ്ററായിരിക്കുന്ന സ്വാമി എല്ലാവർക്കും അറിയാം. പുള്ളി ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ഇവിടെ ജനിച്ചു വളർന്ന് തൻ്റെ പിതാവിന് ശേഷം ആ സഭയുടെ ചാർജ് എടുത്ത് വളരെ നല്ല നിലവാരത്തിൽ ആ ദൈവസഭയെ നയിക്കുന്ന ഒരു അനുഗ്രഹീത യുവ ശുശ്രൂഷ എന്നുള്ളതിൽ ഞങ്ങൾക്ക് എല്ലാ സന്തോഷമുണ്ട്. രാമദാസനെ ഞാൻ വളരെ അതിലൂടെ വന്ദനം ചെയ്യുന്നു. ദൈവം സഹായിക്കട്ടെ. അതുപോലെ ജോണി പൗലോസ് നമ്മുടെ സഭയുടെ ശുശ്രൂഷകനാണ്. അവിടെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ നെടുമങ്ങാട് സെക്ഷൻ്റെ പ്രസിഡന്റായി സേവനം അനുഷ്ഠിച്ചു. എന്നാൽ ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നതിൽ സന്തോഷമുണ്ട്. രാമദാസനെ ഞാൻ വന്ദനം ചെയ്യുന്നു. നമ്മുടെ സെക്ഷനിൽ ലാത്തോട്ട സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. രാമദാസനെ ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് എൻ്റെ ഭാര്യയുടെ
സഭയുടെ പാസ്റ്റായെന്ന് പറയാം. അതിനുശേഷം പാപ്പാൻ്റെ പോയി വീണ്ടും നമ്മുടെ ഈ സെക്ഷനിലേക്ക് ഒരുപാടായി രാമദാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഫാസ്റ്റർ ശിവൂര്യം കഴിച്ചക്കര സഭയുടെ ശുശ്രൂഷകനാണ്. എന്നാൽ നമ്മുടെ സെക്ഷൻ്റെ ഖജാൻജിയായി സേവനമനുഷ്ഠിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നിലവാരത്തിൽ നമ്മുടെ മലയാള ഡിസ്ട്രിക്ട് കൗൺസിലിൻ്റെ ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രിയപ്പെട്ടവൻ കൂടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. പ്രത്യേകാൽ സ്തോത്രം ചെയ്യുകയും പ്രിയപ്പെട്ടവനെ ഞാൻ ഈ അവസരം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആസക്തിയിൽപ്പെട്ട് മുന്നോട്ട് വന്നാൽ ഇവിടെ വരണം, ഇവിടെ ഇരിക്കാം. നമ്മുടെ സെക്ഷൻ്റെ സിയുടെ ഇവാഞ്ചലിസം ഇവാഞ്ചലിസത്തിൽ മെമ്പറായി പലറ്റിയിൽ സേവനം പഠിക്കുന്നു. പ്രിയ രാമദാസിനെ കരിയത്തെ സ്തുതിച്ച് പ്രത്യേകിച്ച് ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ ഇനിയും ദൈവദാസന്മാർ കടന്നു വരും. അതുപോലെ ദൈവജനം ഇനിയും കടന്നു വരും. എന്നാലും കടന്നു വന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുകയും പ്രത്യേകിച്ച് ദൈവത്തെ എല്ലാവരെയും ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പേരെടുത്ത് പറഞ്ഞാൽ എല്ലാവരെയും ഓരോരുത്തരും ചെയ്ത കാര്യത്തെക്കുറിച്ച് പറയേണ്ടത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കമ്മിറ്റിക്കാരായ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞാൻ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരൊക്കെ ഏക മനസ്സോടെ ഒരേ മനസ്സോടെ അവർ നിൽക്കുകയും അതിന് ഈ പള്ളിയുടെ പണിക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഒരാളൊരു കാര്യം പറഞ്ഞാൽ മറ്റാർക്കും അതിനോട് എതിർപ്പുണ്ടാവില്ല. എല്ലാവരും ആ കാര്യം അതുപോലെ സ്വീകരിക്കും. അങ്ങനെ തുടക്കം മുതൽ ഈ അവസാന നിമിഷം വരെയും അവർ ഒരു മനസ്സോടെ മുന്നോട്ട് പോയി. വാസ്തവത്തിൽ ഞാൻ ചിന്തിച്ച ഒരു കാര്യം ഇതാണ്, ഇതിന് പിന്നിൽ ഒരു വലിയ പ്രാർത്ഥനയുണ്ടാകും. ആ പ്രാർത്ഥനയാണ് ദൈവജനം വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന യഥാർത്ഥം പറഞ്ഞാൽ ഒരു വലിയ വിജയമായിരുന്നു. അതാതിൻ്റെ സമയങ്ങളിൽ ദൈവം നടത്തി അവരും ഐക്യമായിട്ട് ഒരു മനസ്സോടെ നിന്ന് പ്രവർത്തിക്കുവാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് സഭാ കമ്മിറ്റി അതുപോലെ ദൈവജനവും അവരോട് ഒരുമിച്ച് ചേർന്ന് നിന്ന് ഓരോ അഭിപ്രായ ഭിന്നതകളും കൂടാതെ വളരെ നന്നായി കാര്യങ്ങൾ ചെയ്യുവാൻ അവരും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്തു. അവിടെയെല്ലാം നല്ല സേവനങ്ങളെ ഒന്ന് സ്തോത്രം ചെയ്യുകയും പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും പ്രത്യേകം വന്ദനം ചെയ്യുന്നു. സിഎക്കാർ, സൺഡേ സ്കൂളുകാർ, മറ്റെല്ലാ പൊതുവെ പ്രവർത്തകരും ഇതിന് പിന്നിൽ നല്ലപോലെ അധ്വാനിച്ചു. അവർക്ക് എല്ലാവർക്കും ഞാൻ പ്രത്യേകിച്ച് അവരെല്ലാവരെയും വന്ദനം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ നന്നായി നമ്മെ സഹായിച്ചവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തുടങ്ങാനുള്ള സഭയിലെ സഹോദരൻ അജീഷ് ഇവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അകത്ത് കയറുന്നുണ്ട്. അതുപോലെ സഹോദരൻ അജീഷ് കുടുംബം, അതുപോലെ മറ്റ് അവിടെ നിന്ന് അടുത്തുള്ള പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അജീഷ് ബ്രദറാണെങ്കിൽ ഇതിൻ്റെ ഈ നമ്മുടെ പഴയ പള്ളിയുടെ പൊളിച്ച് മാറ്റിയത് മാത്രമല്ല അതിൻ്റെ ഗ്രൗണ്ടുമൊക്കെ എല്ലാം ചെയ്ത് അതിന് വാൻ വരെ ജെസി കൊണ്ട് ചെയ്തതാണ്. ഒരു പൈസ പ്രതിഫലവും വാങ്ങാതെ ചെയ്ത് തന്ന ഒരു പ്രിയപ്പെട്ടവരാണ്. മാത്രമല്ല 6000 രൂപ ശരി ഒരു നല്ല സംഭാവനയോട് കൊടുക്കുകയും സഹോദരൻ കുടുംബം നമ്മളോടൊപ്പമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ വാഹനം ചെയ്യുകയാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. അതുപോലെ അല്ലെങ്കിൽ നമുക്ക് ഈ ഇവിടെ ഞായറാഴ്ച ഒരു ദിവസം പറഞ്ഞതാണ്. എന്തെന്നാൽ നമുക്കിവിടെ സാധനങ്ങൾ ഇതിൻ്റെ പുറകിൽ കൊണ്ടുവരാൻ നമുക്കൊരു വഴി ലഭിക്കാത്ത അന്തരീക്ഷമാണ്. എന്നാൽ ആ വഴി ലഭിക്കാൻ കഴിയാത്ത അന്തരീക്ഷത്തിൽ അതിൻ്റെ ഉടമസ്ഥരോട് ഏതെല്ലാം മേഖലകളിൽ ശ്രമിച്ചിട്ടും അവരൊരു കാരണവശാലും നമുക്ക് വഴി തരില്ലായിരുന്നു. എന്നാൽ അതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സഭയിലെ സുധു ബ്രദർ. അദ്ദേഹം പലവട്ടം പലരുമായിട്ട് കണ്ട് ഏത് വിധത്തിൽ അദ്ദേഹം അത് സാധിച്ചു എന്ന് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിനാണ് എനിക്ക് ശരിക്കും അറിയാനുള്ളത്.
അത് വളരെ ആത്മാർത്ഥമായി ചെയ്തു തരണം. ശുചിപ്പെടുത്തണേ. ഞാൻ പ്രത്യേകം അങ്ങനെ ചെയ്യാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ കുറച്ച് സ്തോത്രം ചെയ്യുകയും എല്ലാവർക്കും പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. നന്ദി പിന്നീട് പറഞ്ഞോളൂ. എല്ലാവരോട് സ്തോത്രം ചെയ്ത് ദൈവത്തിന് നന്ദി കരയറ്റുകയാണ്. ഇതിന് ഓരോ പണികളിലും അല്ലെങ്കിൽ ആത്മാർത്ഥമായി പണിത യാത്രകളിലാണ് കൂടുതലും പണി നടന്നിട്ടുള്ളത്. നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പ്രശ്നത്തിലാണ്. അതിനുവേണ്ടി പ്രൊഫസർ പോലെ പ്രസിഡന്റ്, പിന്നെ കമ്മിറ്റിയിലുള്ള സതീഷ് പ്രധാൻ, അതുപോലെ ശൈലൻ പ്രധാന, പിന്നെ മറ്റ് കമ്മിറ്റിയിലുള്ളവരല്ലാതെ മറ്റെല്ലാ പ്രിയ സഹോദരന്മാരും ആ കാര്യത്തിൽ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും നാട്ടിലും വന്ദനം ചെയ്യുന്നു. രാജു സാറിൻ്റെ വളരെ ആത്മാർത്ഥമായി രാജു സാറ് നമ്മുടെ പ്രധാനമന്ത്രി വന്ന് ലഭിക്കുക ഇവിടെ വരുമ്പോൾ ഓഫീസറുടെ ഡ്യൂട്ടിയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തൊഴിലാളിയുടെ വേഷമാണ്. പിന്നെ പണി തീരുമ്പോൾ തൊഴിലാളി വേഷം പലപ്പോഴും വന്ന് ചിന്തിച്ചു കൊടുത്തുണ്ട്. ലഭിക്കുക വരുമ്പോൾ അതിൻ്റെതായ മട്ടിൽ സാധാരണ വീട്ടിൽ വഴി നടക്കുമ്പോഴുള്ള ആ വേഷത്തിൽ, എന്നാൽ ഈ നാമത്തിൽ വന്നിരിക്കുന്ന ഒരു തൊഴിലാളികൾ പിന്നെ ആ നിലവാരത്തിൽ വളരെ ആത്മാർത്ഥമായി സഹകരിച്ചവരാണ് എല്ലാവരും. സഭയിലുള്ള എല്ലാവരെയും കൊണ്ട് സ്വാഗതം ചെയ്യുന്നു. ഞാൻ എല്ലാവർക്കും ദൈവം തന്നെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. കാരണം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിൽ ദാസൻ പാസ്റ്റർ വന്ന് ഒരു സംഗീതം വായിക്കും. അതിനുശേഷം നാം എല്ലാവരും കൂടെ ചേർന്ന് ഒരു പാട്ട് പാടി നമ്മൾ ദൈവത്തെ സ്തുതിക്കും. നമുക്കെല്ലാവർക്കും വേണ്ടിയിരുന്നത് 30-ാം സങ്കീർത്തനം വാക്യമായി വായിക്കാവുന്നതാണ്. 30-ാം സങ്കീർത്തനം നമുക്കെല്ലാവർക്കും വേണ്ടിയിരുന്നത് വാക്യമായി വായിക്കും. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെ കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. യഹോവേ, നീ എന്റെ പ്രാണന്റെ പാതാളത്തിൽ നിന്ന് കരയിച്ചിരിക്കുന്നു. ഞാൻ കുഴിയിൽ ഇറങ്ങി പോകാതിരിക്കേണ്ടതിന് നീ എനിക്ക് ജീവരക്ഷ വരുത്തിയിരിക്കുന്നു. അവന്റെ കോപം ക്ഷണനേരത്തേക്ക് ഉള്ള അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. സത്യങ്ങൾ കരച്ചിൽ വന്ന രാപ്പാർക്കും വിശ്വസിലോ ആനന്ദഘോഷം വരുന്നു. യഹോവേ, നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു. ഞാൻ ഭ്രമിച്ച് പോയി. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കണ്ടെന്ന് ലാഭമുള്ള ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? 11-12 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തു. എന്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷപ്പെടുപ്പിച്ചിരിക്കുന്നു. ഞാൻ മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടേണ്ടതിന് തന്നെ എന്റെ ദൈവമായ യഹോവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഈ തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പാടി ദൈവത്തെ സ്തുതിച്ച് നമുക്ക് അല്പസമയം ആരാധിച്ച് ദൈവത്തിന്റെ നാമത്തെ നമുക്ക് ഉയർത്താം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
എല്ലാവർക്കും ഇരിക്കാം അതാത് സ്ഥാനങ്ങളിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ മഹത്വം. ദൈവമായ കർത്താവ് നമ്മെ എത്രത്തോളം സഹായിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇനിയും നമ്മോട് കൂടി ഇരുന്ന് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഈ അവസരം പ്രത്യേകിച്ച് തുടർന്നുള്ള സന്ദർഭത്തിൽ നമ്മുടെ അദ്ദേഹം നമ്മോട് ദൈവജനം ശുശ്രൂഷിക്കും. ഇവിടുത്തെ ശുശ്രൂഷകൾ കഴിഞ്ഞ ശേഷം നമ്മൾ ഇവിടെ പോയി തുറന്ന് ദൈവഭാവെ പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്നതാണ്. അതിനായി പ്രിയ കർത്താവിദാസനെ ഞങ്ങളോട്
ശരി. ഇന്ന് ഈ പ്രത്യേക സമ്മേളനത്തിനായി കൂടി വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദേവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞിലെ എല്ലാവരെയും ഞാൻ വായിച്ചു. ഇന്ന് സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്ന നമ്മുടെ പാസ്റ്റർ ആസിയാവുന്ന നമ്മുടെ സമൂഹത്തിന് അതോടൊപ്പം ഈ സെക്ഷനിൽപ്പെട്ട പാസ്റ്റർമാർ, മറ്റ് സെക്ഷനുകൾ, മറ്റ് ദേവദാസന്മാർ, അങ്ങനെ ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് ഇതിൻ്റെ സന്തോഷം, അതുപോലെ ശ്രീദാസ്, എല്ലാവരെയും ഞാൻ വന്ദനം ചെയ്യുന്നു. ഞങ്ങളോട് അസംബിച്ചപ്പോൾ സഭയ്ക്ക് ഇന്നൊരു പ്രത്യേക ദിവസം, നിങ്ങളുടെ ഒരു സന്തോഷ ദിവസം, തന്നെയല്ല ഒരു നേട്ടത്തിൻ്റെ ദിവസം. ഇവിടെ ഒരു ഭാഷണയിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചു. ഭാഷയാതെ തമ്മിൽ ആ കാര്യങ്ങൾ ചെയ്യുന്ന നേതൃത്വം വഹിച്ചു. ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ പണി പൂർത്തീകരിച്ച് ഏതാണ്ട് 4 മാസം മാത്രമേ പണി പൂർത്തീകരിച്ച് ഇന്ന് അത് ദൈവമുമ്പാകെ സ്തോത്രം ചെയ്ത് സമർപ്പിക്കാൻ നിങ്ങൾ വിളിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിനൊരു ദാനം കൊണ്ട് അത് വലിയ ദാനം കൊടുക്കാൻ വേണ്ടി നമ്മൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ആ ദാനം അർപ്പിക്കാൻ സമൂഹത്തിന് ചുമതലക്കാരനെയും എന്നെയും നിങ്ങൾ ക്ഷണിച്ചു. അങ്ങനെ നമുക്ക് ഒന്നിച്ച് സന്തോഷത്തോടെ ഇന്ന് ഈ കാര്യം ചെയ്യാൻ സാധിക്കുന്നതിൽ നമ്മുടെ സമൂഹത്തിന് ഒരു സ്ഥാപനം കൂടി ഉണ്ടായി സമർപ്പിക്കുന്ന ദിവസത്തിൽ സുവർണതയിൽ എനിക്ക് സന്തോഷമുണ്ട്, ആത്മാവുണ്ട്. മലയാളം ഡിസ്ട്രിക്ട് കമ്മിറ്റിക്ക് വേണ്ടി മലപ്പുറം സഭയെയും ഇവിടുത്തെ പാസ്റ്ററെയും പ്രത്യേകിച്ച് ഞാനിവിടെ ദൈവം നിങ്ങളെ ഈ നാട്ടിൽ ഈ സഭയായിട്ട് കൂട്ടി വരുത്തി ഈ വഴി ഉണ്ടാക്കാൻ നേരത്തെ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകി ഈ വഴി പാസ് ചെയ്തു. പഴയ പാസിനെ ഉണ്ടായിരുന്നതിലേക്ക് അത് നേരത്തെ കണ്ടുള്ളതാണ്. എന്നാൽ കാലത്തിനനുസരിച്ച് ഒരു നല്ല ഞാൻ നിങ്ങൾ കാണിച്ചു സാധിക്കും. നിങ്ങളുടെ പല ആളുകളും ഇതിനുവേണ്ടി വളരെ അധ്വാനിച്ച കാര്യം പാസ്റ്ററുകൾ പറയുന്നത്. നിങ്ങളിവിടെയുള്ള ആളുകൾ തന്നെ അതിൻ്റെ പണികൾ ഏറെക്കുറെ നല്ല ഭാഗിച്ചു. നിങ്ങൾ ജോലി ചെയ്യുന്നവർ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ജോലി കഴിഞ്ഞ് വന്നു അല്ലാതെ ഒക്കെ സ്വമേധയായിട്ട് ഇവിടുത്തെ ഈ പണികൾ ചെയ്ത് നിങ്ങളെ തന്നെ അധ്വാനമായിട്ട് ഇതിൽ ദൈവത്തെ സമർപ്പിക്കും. അങ്ങനെ നിങ്ങൾ ദൈവത്തിൻ്റെ പേരോട് കാണിക്കുന്ന ഈ സഹകരണത്തെ പ്രത്യേകിച്ച് ഞാൻ സന്തോഷത്തോടെ ഓർത്ത് നിങ്ങൾക്ക് സ്വാഗതം ചെയ്യും. ദൈവത്തിൻ്റെ ഈ വേല എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനത്തെ വിളിച്ച് വേർതിരിച്ച് പറയുന്നു. ദൈവത്തിനു വേണ്ടിയ ജനത്തെ അതന്ന് ഇസ്രായേൽ ജനം അവരെ നീ എടുത്തപ്പോൾ തന്നെ
അവർക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തു. അവർക്ക് നാട് കൊടുക്കാറുള്ളത് അത് നാട് കൊടുക്കാൻ ഞാൻ എടുത്തു പെട്ടെന്ന് കൊടുക്കാനായിരുന്നു. എന്നാലും അത് സ്വീകരിക്കേണ്ട ആളുകൾ അത്തോടെ തയ്യാറായി. അവരെ തയ്യാറാക്കാൻ കുറച്ച് നാള് വേണ്ടി വരും. എല്ലാവരുടെ ഒരു 10-40 വർഷം കൊടുക്കാറുണ്ട്. പക്ഷെ അത് കയ്യിൽ കിട്ടാൻ 40 വർഷം വേണ്ടി. കൊടുക്കുന്ന ജനത്തിന് നാട് കൊടുക്കുക അങ്ങനെ വേണ്ടതെല്ലാം കൊടുക്കുന്നു. അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ ഒരു സമയം ദൈവം നായകൻ മോശയെ ഉപയോഗിച്ച് മോശയോട് പറഞ്ഞ് ഇവരുടെ ജനം ഞാൻ അവരുടെ നടുവിൽ താമസിക്കും. പക്ഷെ അങ്ങനെ അവരുടെ നടുവിൽ താമസിക്കണമെങ്കിൽ അതിന് എനിക്കൊരു വീടുണ്ടായി. ദൈവത്തെ താമസിക്കാൻ ഒരിടം തോന്നി. ദൈവത്തിന് മനുഷ്യരെ അതിനെ സേവനം വേണമെന്നല്ല വാസ്തവത്തിലെ എൻ്റെ അർത്ഥം. ദൈവസ്വർഗത്തിൽ താമസിക്കും. സ്വർഗം അവിടുത്തെ സിംഹാസനം ഭൂമിയുടെ പാതകളുണ്ട്. നാളെ പറയുന്ന പറഞ്ഞു ദൈവം ഇടപെടാണ്. ദൈവത്തിൻ്റെ പ്രത്യേകിച്ച് താമസ സ്ഥലവുമാരുടെ കൊടുക്കുകയും ഇല്ല. എന്നാൽ ദൈവമാർഗം വരാം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യരുടെ ജീവിതത്തെ കാണും, ദൈവത്തെ അനുഭവിക്കും. ആ ദൈവം അന്ന് സുഖത്തിലാണ് പറഞ്ഞാൽ ആളുകൾ എങ്ങനെ ദൈവത്തിലാണ് സുഖത്തിലെ ദൈവത്തെ കാണും. ആ ദൈവത്തെ ആളുകൾ സന്ധിക്കുന്നത് ദൈവത്തിലേക്ക് വരുന്ന സഞ്ചാരം ആദ്യം ദൈവം ചെയ്ത കാര്യമാണ്. മനുഷ്യൻ ദൈവത്തിന് വാസ്തവത്തിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക ദൈവമാണ്. എല്ലാ മനുഷ്യർക്കും ഭക്ഷണം കൊടുക്കുന്ന ദൈവം. സകലജടത്തിൽ ആഹാരം കൊടുക്കുന്നത് പ്രഭാവം. എന്നുവെച്ചാൽ ദൈവം നേരിട്ട് കൊണ്ട് പോകുന്നില്ല. സഞ്ചാരം കൃഷി സഞ്ചാരം ഭൂമിയിലേക്ക് ഉണ്ടാക്കി. പക്ഷെ ഭൂമി ദൈവത്തിൻ്റെതാണ്. കൃഷി ഞാൻ വിത്ത് ദൈവത്തിൻ്റെതാണ്. അതിന് വെള്ളം കൊടുക്കുന്നത് ദൈവമാണ്. അതിന് സൂര്യനെ കൊടുക്കുന്നത് ദൈവമാണ്. അപ്പോൾ എല്ലാ ചുരുക്കം എല്ലാ മനുഷ്യർക്കും ആഹാരം കൊടുക്കുന്നത് ദൈവമാണ്. മനുഷ്യർക്ക് വേണം. അങ്ങനെ ആ ജനത്തിന് ആഹാരം കൊടുക്കുക അങ്ങനെയാണ്. ദൈവം നേരിട്ട് കൊടുക്കുക. ആ ദൈവം ഒരു മനുഷ്യനെ പോലും ഉപയോഗിച്ചത് വിതരണം ചെയ്യും. ഇന്നത്തെ സർക്കാർ കൊടുക്കാനാണെങ്കിൽ അതിന് മനുഷ്യർ വേണം, സംവിധാനം വേണം, ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വേണം. ദൈവത്തിൻ്റെ എടുത്ത് കൊടുത്തുവന്ന് ശേഖരിച്ച് വിതരണം ചെയ്യാൻ കൊടുത്തു മനുഷ്യരാണ്. പക്ഷേ ഇന്നത്തെ ഒരു മനുഷ്യനെ വരുന്നത് ദൈവം അപ്പോൾ നേരിട്ട് ഓരോരുത്തരുടെ വീട്ടിൽ അവരെല്ലാം കൊടുത്ത ദൈവം ആ കൂട്ടത്തിൽ അവർക്ക് ഈ ആത്മീയ കാര്യം ചെയ്യാൻ വേണ്ടി കുറച്ച് മനുഷ്യരെ കൂടെ കൊടുക്കും. അവരെ ദൈവത്തിലേക്ക് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ ശബ്ദം ദൈവം എല്ലായ്പ്പോഴും എല്ലാവരും നേരിട്ട് സംസാരിക്കുന്നു. ദൈവം സംസാരിക്കുന്നത് ചില മനുഷ്യരോട് ദൈവം നേരിട്ട് സംസാരിച്ച ദൈവമുണ്ട്. ദൈവം ആദ്യം വന്ന് തൻ്റെ ഇഷ്ടം മനുഷ്യരോട് പറഞ്ഞത് സിനായ് എന്ന് പറയുന്ന അതാണ് കൂടുതൽ ആ മലയാള മണ്ടയ്ക്ക് ദൈവം പറയുന്നു. അത് കാണുകയാണ്. ആരും കാണാൻ പറ്റുകയാണ്. കാരണം ദൈവം അതേപോലെ മനുഷ്യൻ അല്ല. പക്ഷെ ദൈവം സത്യം
ദൈവത്തിൻ്റെ ആത്മമുണ്ട്. ആ ദൈവം തീക്കകത്ത് മേഘത്തിൻ്റെ അതാണ് നമ്മൾ വേറെ വായിക്കുന്നത്. ആകാശമധ്യത്തോളം തീ ആളിക്കത്തി എന്ന് ദൈവം സംസാരിച്ചു. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് ഭാഷയിൽ സംസാരിച്ചു. ഇടികൂടെ ഭയങ്കര ഇടികൂടെ അങ്ങനെ ദൈവം എല്ലാവരും കേൾക്കെ ആദ്യം സംസാരിച്ചു. എന്നാലും കൂടെ ദൈവത്തിന് ഇഷ്ടമായി. അതുപോലെ ദൈവം എല്ലാവരും ഇറങ്ങി വന്നതിനെ പറയും. അതിന് ദൈവശബ്ദം എപ്പോഴും കേൾക്കാൻ തയ്യാറുള്ള ഒരുക്കപ്പെട്ട വിശുദ്ധീകരിക്കപ്പെട്ട കുറച്ച് അതിലേക്ക് ദൈവം പറയും. അവൻ ആ വർത്തമാനം ജനത്തോട് ആ ദൈവസന്ധാനമാണ്. അതാണ് അന്നത്തെ ജോലി. അത് ഈ ജനത്തിന്റെ ആത്മീയാവശ്യത്തിന് വേണ്ടിയാണ്. അവർ ദൈവത്തിലേക്ക് പോകാനാണ്. അവർ തെറ്റ് ചെയ്തു പോയാൽ അതിന് പരിഹാരം നൽകി ദൈവമായിട്ട് നേരിടണം. അങ്ങനെ ഈ ജനത്തിന്റെ ആവശ്യം വർദ്ധിച്ചു. അവരുടെ ആത്മീയ ആവശ്യം വർദ്ധിച്ചു. ആളുകൾ അത് ദൈവത്തിന്റെ സംവിധാനമാണ്. ജനത്തിനെ കുറെ തീറ്റി കൊടുക്കുകയും താമസിക്കുന്ന സ്ഥലം കൊടുക്കുകയും ഒക്കെ ചെയ്യുക മാത്രമല്ല, മനുഷ്യന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മനുഷ്യരകത്തുള്ള അസലാവും അതിലുള്ള. അപ്പോൾ ആ ആത്മത്തിന് വേണ്ടി ആത്മാവിന് വേണ്ടിയുള്ള പ്രവൃത്തി ചെയ്യാൻ പ്രത്യേകം ആളുകളെ ഇതിപ്പോ ആ പഴയ കാലത്ത് എന്നാൽ അന്നത്തെ മനുഷ്യന് ആത്മീയ ആവശ്യമുള്ളതുപോലെ ഇന്നത്തെ മനുഷ്യന് എല്ലാ കാര്യത്തും ആത്മീയ ആവശ്യം. ചിലപ്പോൾ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ എപ്പോഴും കൂടുതലില്ല. നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ ഈ ദൈവത്തിൻ്റെ വഴികളെല്ലാം പുസ്തകം പറയുക. ഇത് വളരെ എല്ലാം ഒന്നും നമുക്ക് മനസ്സിലാവും. അപ്പൊ അതാത് സമയത്ത് നമുക്ക് വേണ്ട വചനം നമുക്ക് പൂർത്തിമാക്കി തരാൻ ആളുകൾ അതുപോലെ ഇന്നും മനുഷ്യൻ്റെ ആവശ്യമല്ല അന്നത്തെ ആ ആവശ്യം നിവർത്തിക്കാൻ പുതിയ നിയമകാലത്തിൻ്റെ മനുഷ്യരെ പ്രത്യേക മനുഷ്യർ അന്ന് നിയോഗിച്ച മനുഷ്യർ ദൈവമായി ഇപ്പോഴും അടുത്ത് വരുമ്പോൾ അവരെ പറഞ്ഞു നിന്നതയോ അത് വേറൊരു കാര്യത്തിൽ വിവാഹം ദൈവമായി ജീവിതത്തിലെ സാധാരണ കാര്യങ്ങൾ ഇടപെടാൻ ആളില്ല. അങ്ങനെ സാധാരണ കാര്യത്തിൽ ഇടപെട്ടാൽ എപ്പോഴും അടുപ്പം ഉണ്ടാവില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കത്തക്കവണ്ണം പ്രത്യേകമായിട്ട് അവരെ എടുത്ത് അതിനുവേണ്ടി പ്രത്യേകം ശുദ്ധീകരിച്ച് വേറെ കാര്യങ്ങൾക്ക് വിടാതെ സൂക്ഷിച്ചു. അന്നാണെങ്കിൽ ഒരു വീട്ടിൽ മരണം ഉണ്ടായാൽ അന്നത്തെ പുരോഹിതന്മാർ അവിടെ അടക്കം നടത്തുന്നത്. എന്നാണ് ഭാഷമാരൊക്കെ അടക്കം അങ്ങനെ പറ്റില്ല. കാരണം മരിച്ച വീട്ടിൽ ശവ അശ്വം എന്നാണ് അവിടുത്തെ ശാസ്ത്രം. അപ്പോൾ മരിച്ച വീട്ടിൽ ഒരു പുരോഹിതന് കയറാൻ പോകില്ല. അപ്പൊ അങ്ങനെ തങ്ങളെ തന്നെ ശുദ്ധമായി സൂക്ഷിക്കണം. എന്തിന്? ഈ പരിശുദ്ധ ദൈവത്തോടടുത്ത് ദൈവത്തിന്റെ ശബ്ദം കേട്ട് മനുഷ്യരെ അങ്ങനെ തന്നെ ദൈവം പുതിയ കാലത്തും മറ്റു തൊഴിൽ ചെയ്യാതെ ഈ തൊഴിൽ മാത്രം ചെയ്യണം.
അതിൻ്റെ ഉദ്ദേശം ദൈവത്തോട് എപ്പോഴും സാധാരണ കാര്യങ്ങളിലെല്ലാം ഇടപെട്ട് സാധാരണക്കാരെ പോലെ അവർ പെരുമാറിയാണെങ്കിൽ അങ്ങനെ ദൈവത്തിൻ്റെ ഈ കാര്യങ്ങളിൽ എപ്പോഴും ഇടപെടാൻ നമുക്ക് സാധിക്കാതെ അതിന് വേണ്ടി ഈ ദൈവം സംവിധാനം ഉണ്ടാക്കി നമുക്ക് കൂടി വരാവുന്ന ദൈവം അവരെ സംസാരിക്കാൻ കാണാനും ഒരു സ്ഥലമുണ്ടാക്കി ദൈവം അവിടെ താമസിച്ചു. ഇന്ന് ദൈവം അങ്ങനെ ഒരു രീതി താമസിക്കില്ല. ഈ പഠിക്കാത്ത ദൈവം സ്ഥലം താമസിക്കില്ല. നമ്മൾ കൂടി വരുമ്പോൾ ദൈവത്തിൻ്റെ സ്തുതി ദൈവത്തിൻ്റെ ബഹുമാനം അർപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കാൻ ദൈവം വരും, അങ്ങനെ അനുഗ്രഹിക്കാൻ ദൈവം വരും. എന്നാൽ അതിനും ഒരു ഇടപെടൽ, ഒരു സൗകര്യം. അങ്ങനെ വന്ന് സൗകര്യമായി പാടി പ്രാർത്ഥിച്ച് വചനം കേൾക്കാൻ ധ്യാനിക്കാൻ ദൈവത്തെ അറിയാൻ ഒരിടം ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പഠിക്കുന്നത്. അതൊരു ഉദ്ദേശം ഒരു വീട്ടിലാണോ, പക്ഷേ അതിനകത്ത് താല്പര്യമുണ്ടായിരുന്നു. വീട്ടിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. അതിനുള്ള സൗകര്യങ്ങൾ താരതമ്യം വളരെ വളരെയാണ്. ഒരു പുസ്തകമുള്ളതാണ് ഇപ്പോഴും നമുക്ക് നല്ലത്. അതിന് കൂട്ടൊക്കെ ഇവിടെ ഈ പള്ളിക്കകത്ത് ദൈവശബ്ദം കേൾക്കണമെങ്കിൽ പള്ളിയിൽ അവർ വരുന്നതിന് മുമ്പ് അത് ദൈവശബ്ദം കേട്ടിട്ട് വേണം പള്ളി വരാൻ. നമ്മളോട് അവരെ അറിയിക്കേണ്ടത് ദൈവത്തിൻ്റെ സന്ദേശം. അവരുടെ ജ്ഞാനമല്ല നമ്മളോട് പറയാം. അവർക്ക് ജ്ഞാനമല്ല, അവർ അറിഞ്ഞിരിക്കണം. ശരിയും തെറ്റും തമ്മിൽ വിവേചിച്ച് പറയാനുള്ള ജ്ഞാനം അവർക്ക് ഉണ്ടായിരിക്കണം. അതുണ്ടായിരിക്കണമെങ്കിൽ ഈ വചനത്തെക്കുറിച്ചുള്ള ആഴമായ അറിവ് അവർക്ക് വേണം. എന്തെങ്കിലും ഓരോ ദിവസം ഓരോ സമയത്തേക്ക് ദൈവത്തിന് ജനത്തോട് ഓരോ കാര്യമാണ് പറയാം. ജനത്തിൻ്റെ ആവശ്യം അനുസരിച്ചാണ്. അത് ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് വേണം അവർ പള്ളിയിൽ വന്നിത് പറയാൻ. അത് കേൾക്കാനും അത് സ്വീകരിക്കാനും ഉള്ള സ്ഥലമാണ് പള്ളിക്ക് വേണ്ടി പണിയുന്ന പള്ളിയുടെ നിങ്ങളുടെ മാർച്ച്. അപ്പൊ അങ്ങനെ ഒരു ഭവനം ഉണ്ടാക്കിയത് നാട്ടിലെ എല്ലാ ഭവനത്തെക്കാളും പ്രധാനപ്പെട്ട ഒരു ഭവനമാണ് നമ്മുടെ പ്രാർത്ഥന. അതിൻ്റെ പ്രാർത്ഥനകളാണ് ഞാൻ പറഞ്ഞത്. പറയുന്നില്ല ഭാഷയിൽ കൊച്ചു വർത്താൻ പറയുന്ന പോലെ ഞാൻ പറയാൻ ദൈവത്തിന് നമ്മളോടുള്ള പറയാനുള്ള കാര്യം ദൈവത്തിൻ്റെ ദാസന്മാരോട് പറഞ്ഞിട്ട് വേണം, അത് കേട്ടിട്ട് വേണം നമ്മളോട് പറയാൻ. അത് പ്രാപിക്കാനുള്ള സ്ഥലം, അതിനുവേണ്ടി ഒരുങ്ങാനുള്ള സ്ഥലം, അതിന് പ്രാർത്ഥന വേണം, അത് നേതാക്കൾ അതിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഈ ഭാഷ. മാത്രമല്ല വേദപുസ്തകത്തിന്റെ ഭാഷയിൽ നമ്മുടെ എല്ലാവരുടെയും ആത്മാക്കൾക്ക് വേണ്ടി ജാതിരിക്കാൻ, അങ്ങനെയാണ് എബ്രായർ പറയുന്നത്, ജാതിരിക്കാൻ മനുഷ്യരാണ്. നമ്മളെന്നെ ജോലിക്ക് പോകും, ഓരോരോ കാര്യങ്ങൾ പോകും. ആ സ്ഥലത്ത് ദൈവം നിങ്ങളെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കാര്യത്തിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹത്തിന് ഒരു ക്രമമുണ്ട്. നമ്മൾ പോകുന്ന വഴി ഒരു ആപത്ത് വരാൻ നിങ്ങളെ കാക്കാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥമാക്കി പ്രാർത്ഥിക്കാൻ, അതാണ് ശുശ്രൂഷക്കാരുടെ ആവശ്യം. എന്നാൽ അവരുടെ ഒരു തൊഴിലിന് വേണ്ടി മാത്രമുള്ളതല്ല. നിങ്ങൾ ആത്മാവിൽ ദേവസ്വം വാക്യം ജാതിരിക്കും. ആത്മാവ് ജനമാണ് അവരുടെ ശ്രദ്ധ. നിങ്ങൾ മാത്രമല്ല, നാട്ടിലെ ജനവും ദൈവത്തെ അറിയും. ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ നിൽക്കാൻ ദൈവം തന്നെ ആളുകളാണ് ദൈവത്തിന്റെ ശുശ്രൂഷ. യേശു മധ്യസ്ഥന് പകരം മധ്യസ്ഥനല്ലാതെ മാത്രം ആ മധ്യസ്ഥ യേശു മാത്രം രക്ഷിക്കണം. എന്നാൽ
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മെ ആത്മാവിൽ സൂക്ഷിക്കാനും നമുക്ക് വേണ്ട ദൈവശക്തം വാങ്ങിച്ചു തരാനും ആളുകൾ അതിന് നിയമിക്കപ്പെട്ടവർക്ക് സ്വസ്ഥമായി ചെയ്യാനുള്ള സാവകാശം അതിൻ്റെ ഇടം വേണം. ആ ഇടം മാത്രമല്ല, അവർക്കുള്ള ജീവിത സൗകര്യങ്ങളും നാം നമുക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അവരുടെ തൊഴിൽ എന്നത് നമ്മെ ശുശ്രൂഷിക്കുക എന്നതാണ്. ദൈവത്തിന് വേണ്ടി നമ്മെ ശുശ്രൂഷിക്കുക എന്നതാണ്. അപ്പൊ അതിൽ ചെയ്യുന്ന ക്രമമാണ് ദൈവത്തിന്റെ ജനം ദശാംശം കൊണ്ടുവരണം, വഴിപാടുകൾ കൊണ്ടുവരണം, നേർച്ചകൾ കൊണ്ടുവരണം. അക്കാര്യത്തിലൊക്കെ ഈ മേഖലയിൽ ആളുകൾ മറ്റു മേഖലകളെ കുറിച്ച് കൂടുതൽ ശ്രദ്ധിക്കുക. ഞങ്ങൾ പ്രത്യേക നേർച്ചകൾ കാഴ്ചകളുണ്ട്, ഞങ്ങളുടെ എന്നാൽ അത് പൊതുമനത്തിൻ്റെ കാര്യമാണ്, അത് സ്പെഷ്യലാണ്, അത് പൂർണ്ണമാണ്. അപ്പൊ അങ്ങനെ ആ കാര്യത്തിൽ നിങ്ങൾ ഉത്സാഹിച്ചു, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗം, നിങ്ങൾക്ക് വേണ്ടി ദൈവം നഗരയിൽ സംസാരിക്കുന്ന ഭാഗം, അതേസമയം നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഈ വീട്ടിൽ ഇവിടെ പാർക്കെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രധാനമാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. കാരണം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഈ പ്രവൃത്തി ശരിക്കും ഒരു നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ തോൽപ്പിച്ച് നിർവീകരിച്ച് നിങ്ങളെ രക്ഷിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി പിശാചിനോടും പിശാചിന്റെ പ്രവൃത്തികളോടും എതിർത്ത് യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ജയമുണ്ടാക്കി തരുന്ന ബുദ്ധിമുട്ടുള്ള രൂപീകരണം. പ്രാർത്ഥനയെന്നുള്ള ചുമ്മാ കുറച്ച് കാര്യം പറയുന്നതല്ല. നമുക്ക് കിട്ടാൻ നന്മകൾ ദൈവത്തിൽ നിന്ന് മാനിക്കുക എന്നത് മാത്രമല്ല, അതിനെതിരെ നിൽക്കുന്ന പിശാചിന്റെ പ്രവൃത്തികളെ ഓർമ്മിച്ചു. പണ്ട് ദാനിയേൽ എന്ന പ്രവാചകൻ അദ്ദേഹം ആ ജനത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു എന്ന് പറയാൻ കാരണം അവൻ വേറെ രാജ്യത്തിന് അടിമത്തത്തിൽ കഴിഞ്ഞു. അവരെ ദൈവം വിളിച്ചയക്കാം എന്ന് വാഗ്ദത്തോട് നിവർത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് മധ്യസ്ഥ വച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹം എടുത്തു. ജനത്തിലൊന്നും ആളുകൾ അവരിങ്ങനെ ജീവിക്കുന്നവർ ജീവിച്ചാൽ, കാരണം അടിമത്തോട് പറഞ്ഞാൽ അങ്ങനെ ഒരു അടിയും പിടിയും ശരീരമൊന്നും ദേശമുണ്ട്, അതുപോലെ ജീവിക്കുക, പിന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം അവരെ എല്ലാം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരൊക്കെ അതിനകത്തൊക്കെ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അങ്ങനെ അവരെ സ്വന്തം ആളുകളൊക്കെ അങ്ങനെ അവരെ കൊണ്ടുപോകാമെന്ന് ദൈവം പറഞ്ഞപ്പോൾ, ആ വചനം കേട്ടപ്പോൾ അതിനു വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കാൻ. അപ്പോ ആകാശമണ്ഡലത്തിൽ ദൈവത്തിന്റെ ദൂതിനും ദൈവത്തിന്റെ സന്ദേശങ്ങളില്ല. വിശ്വാസിന്റെ ദൂതം വേറെ മനസ്സിലാക്കി പറ്റില്ല. ആ ജനത്തെ സമ്മതിക്കും. ദൈവത്തിന് നേരിട്ടുള്ള ദൂതനാണ് വരുന്നത്. എന്നിട്ട് പോലും ഒരു 23 ദിവസം ഇതൊന്നും ഈ പറഞ്ഞ 10-ാം തീയതി കാര്യമാണ്. 21 ദിവസം ഈ 21 ദിവസവും ഈ അനിയെ അവസാനം ആ യുദ്ധം വേറെ തിരിച്ചു
സന്ദേശം പറഞ്ഞതിനർത്ഥം ജനത്തിന് വേണ്ടിയുള്ള ഈ പ്രവൃത്തി തടയുന്ന ശക്തി, നിങ്ങളുടെ ആത്മീയ തടയുന്ന ശക്തി, നിങ്ങളുടെ സുഖത്തെ തടയുന്ന ശക്തി, നിങ്ങളുടെ മക്കളുടെ അഭിവൃദ്ധി തടയുന്ന ശക്തി, ആ ശക്തിയെ അത് കാണാൻ മനുഷ്യർ വേണം. അങ്ങനെ കണ്ടുവരില്ല. അപ്പം അത് കാണാൻ ആത്മീയ ശുശ്രൂഷകളൊക്കെ ചെയ്യേണ്ടത് അത് എളുപ്പമുള്ള ജോലി അല്ല. ഞാൻ പറഞ്ഞു കേവലം ജോലിയുടെ സുവിശേഷകരും ജോലിയുടെ കാര്യത്തിലാണ് തൊഴിലാളികൾ ചെയ്യുന്നവർക്ക് ഞാൻ ഈ പറയുന്നുണ്ട് കാര്യമില്ല. എന്നാൽ ഈ ജനം ഇങ്ങനെയുള്ള മധ്യസ്ഥമായിട്ടും ശുശ്രൂഷമായി വേണ്ടി അത് ഏത് വീട്ടിൽ ശല്യം ചെയ്യാൻ വെച്ചാൽ വന്നാലും അതിൽ കാണും. അതിനാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പൊ അത് വലിയ പ്രക്രിയ ചെയ്യുന്നവരാണ് അവർ. അപ്പൊ അതിന്റെ കഴിവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്യാവശ്യം അവർക്ക് പല മാനസിക സങ്കടങ്ങളുണ്ടാകും, പല വിഷമങ്ങളുണ്ടാകും. അതിന് കഴിവില്ല. എല്ലാ കുടുംബങ്ങളും, എല്ലാ വ്യക്തികളും എല്ലാ ദിവസവും നിർബന്ധമായി നിങ്ങൾ ശുശ്രൂഷ കൊടുക്കണം. എന്നാലേ അവർക്ക് വരുള്ളൂ. അവർ മനുഷ്യരാണ്. ദേശത്ത് വെള്ളം വന്നാലും അവർ മനുഷ്യരാണ്. അവർക്ക് കൈത്താങ്ങൽ, ആ കൈത്താങ്ങൽ ജനം കൊടുത്ത് നിങ്ങൾക്ക് വേണ്ടി അവർ മധ്യസ്ഥ വഹിച്ച് പോകുമ്പോൾ ദേശത്തിന് വലിയ സഹായം ഉണ്ടാവും, വലിയ വിടുതലുണ്ടാവും, വലിയ അനുഗ്രഹം. അവർ ഞാൻ പറയുന്നത് ഈ നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഭവനം നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ അനുഗ്രഹത്തിൻ്റെ ഭവനം, ദൈവത്തിൽ നിന്ന് ദൈവം മനുഷ്യർ പ്രാപിക്കേണ്ട ഭവനം, വലിയ ആത്മീയ ഉത്തരവാദിത്വം ആവും. ആ ആത്മീയ ഉത്തരവാദിത്വത്തിൻ്റെ ഒരു പങ്ക് ജനത്തിന് ഉണ്ട്. അപ്പം നിങ്ങളും അവരെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾക്കെല്ലാം വളരെ പറയുന്ന കൂട്ടായം കാണിക്കുകയും ചെയ്ത് ദേശത്ത് നമുക്ക് അനുഗ്രഹം വരണം, ദേശത്ത് ദൈവനാമം മഹത്വപ്പെടണം. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഭവനമാണ് പാർശ്വത. നമ്മുടെ ആരുടെ വീടുകളെക്കാൾ വലിപ്പം ഉണ്ടാകുന്നിരിക്കില്ല, പക്ഷേ മഹത്വം, ആ വലിയ മഹത്വമുള്ള ഒരു കാര്യത്തിന് വേണ്ടി അതാണ് അല്പം നിങ്ങളത് പണി ഉണ്ടാക്കിയത്. നിങ്ങളുടെ അധ്വാനം, നിങ്ങളുടെ പണമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള പണമാണ്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ പണം. സ്വന്തം ഭവനം നിങ്ങൾക്ക് പറയണം, എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ ഭവനമാണ്. ആ ഭവനം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് മുൻപാകെ ഞാൻ സമർപ്പിക്കും. ദൈവം സ്വീകരിക്കും. ഇത് നിങ്ങളുടെ വീടുപണിഞ്ഞതിനേക്കാൾ പ്രധാനം. ഇതിന് നിത്യ പ്രതിഫലം. നിങ്ങളുടെ വീടുപണിഞ്ഞതിന് നിങ്ങൾക്ക് വേണ്ട താമസിക്കാം, അനുഭവിക്കാം, എന്തെങ്കിലും. ഇതിന് നിങ്ങൾ മുടക്കി പണത്തിന് ദൈവത്തിന് നല്ലത്, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാവരും അങ്ങനെ പ്രതിഫലമുള്ള ഒരു വലിയ കാര്യം അത് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാൻ പ്രാർത്ഥിക്കാൻ ഇന്ന് പ്രത്യേക സമയം എടുക്കുമാറോടെ ചെറുപ്പത്തിൽ പോയി ദൈവത്തിനായിട്ട് നിങ്ങളുടെ ദാനം സമർപ്പിക്കും. ഒന്നിച്ച് ചേർന്ന് സമർപ്പിക്കും. നിങ്ങൾക്കുള്ള പ്രതിനിധികളെയും ഞാൻ ദൈവം ചെയ്യും. നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കും. ഒരിക്കൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നിങ്ങളെ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് കൈത്താങ്ങൽ തന്നെ എല്ലാവർക്കായിട്ടും സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ എല്ലാവർക്കും വിളിക്കട്ടെ. നീണ്ടൊരു പ്രസംഗത്തിൻ്റെ നേരമാണ് ഇന്നത്തെ നേരം. അത് എല്ലാവർക്കും പോകണം. എനിക്ക് ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇത് ചെന്നിട്ട് വേണം അടുത്ത ദിവസത്തേക്ക് തയ്യാറെടുപ്പ് ഒരുപോലെ. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. ദൈവത്തിന് എല്ലാവരെയും ഏൽപ്പിക്കുന്ന കൃപ നിങ്ങൾക്ക്.
ദൈവനാമത്തിന് മാത്രം സാറിന് നന്ദി പറയുന്നു. തുടർന്ന് വളരെ വേഗത്തിൽ ചില പ്രിയപ്പെട്ടവർക്ക് ആശംസകളായിട്ട് സമയം നൽകേണ്ടതുണ്ട്. ഗ്രാമോത്സവയുടെ പാസ്സായിരിക്കുന്ന പാസ്സാക്കിക്കൊണ്ട് അല്പം അവർ അത്രയും ദൂരെ നിന്ന് വന്നതാണ്. എന്നാലും ആ പ്രിയ ദാസൻ വന്നു ചേർന്നു കാര്യമായി സഹായിച്ച ഒരു സഭ കൂടിയാണ്. ആ പ്രിയപ്പെട്ടവരെ ഒന്ന് സ്വാഗതം ചെയ്യുന്നു. ഈ അവസരം നമ്മുടെ പള്ളിയെ കുറിച്ചുള്ള ഒരു ചെറിയ അവലോകനം നമ്മുടെ സെക്രട്ടറി ഈ അവസരം തരുന്നതാണ്. അതിനുശേഷം പ്രിയപ്പെട്ടവർക്ക് ആശംസിക്കുള്ള അവസരങ്ങളുണ്ട്. സ്തോത്രം. എല്ലാവർക്കും നാമത്തിലെ സ്നേഹമാണ്. ഇങ്ങനെ വികാസം അർപ്പിക്കുന്നു. ഇവിടെ അധ്യക്ഷനായിരിക്കുന്ന സ്ഥലം പാസ്റ്റർക്ക്, സാറിന്, എല്ലാ ദേവദാസന്മാർക്കും എൻ്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഞാൻ പ്രതീക്ഷിച്ചല്ല. എങ്കിലും ഇന്ന് ദേവദാസൻ സങ്കീർത്തനം വായിച്ച പോലെ 118 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം, ഇത് യഹോവ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത് യാദൃശ്യമായിട്ട് നമുക്ക് കിട്ടിയ ഭാഗ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഞാൻ 1.5 വർഷമായിട്ട് ഈ ചർച്ചിൽ വന്നിട്ട് ഞാൻ ഏജിന്ന് വിട്ട് വേറൊരു പ്രസ്ഥാനത്തിൽ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി പ്രാവശ്യം പല ദേവദാസന്മാരും എന്നെ തിരിച്ച് ഏജിലോട്ട് വരണമെന്ന് പറഞ്ഞു. പ്രിയ സാമു, പ്രിയ പി കെ യേശുദാസ് പാസ്റ്റർ, പിന്നെ നമ്മുടെ പാസ്റ്റർ ഒരിക്കലും എന്നെ എവിടത്തേക്ക് വിളിച്ചിട്ടില്ല. നമ്മുടെ പാസ്റ്റർ ഏജിലോട്ട് മടങ്ങി വരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞു. കൂടാതെ സാറ് പല പ്രാവശ്യം കാണുമ്പോഴും എന്നോട് പറയും തിരിച്ച് ഏജിലോട്ട് മടങ്ങി വരണം. അവസാനമായിട്ട് നമ്മുടെ ഈ ശ്യാമൽ പാസ്റ്റർ മരിച്ചപ്പോൾ അടക്ക ശുശ്രൂഷ കഴിഞ്ഞ് സാറ് അടക്കം നടത്തിയിട്ട് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞ് തിരിച്ചു വന്നേ പറ്റത്തുള്ളൂ, അവിടെ ബുദ്ധിമുട്ടാണെങ്കിൽ വേറൊരു ചർച്ചിലോട്ട് നിങ്ങൾ പോകണം. ആ വാക്ക് എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചു. അങ്ങനെയാണ് ഞങ്ങൾ ഈ ചർച്ചിലോട്ട് വന്നത്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ് നമ്മൾ ഇനി ഒരു ആലയത്തിൽ പോകുമെങ്കിൽ ഇനി ഒരു കാര്യത്തിൽ ഞങ്ങൾ നിത്യത്തില്ല, ഒതുങ്ങി ആരാധിക്കും, ദൈവത്തെ മാത്രപ്പെടുത്തി കൊടുക്കേണ്ടത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചു വന്നത്. ഞങ്ങൾ ആരാധിക്ക് വന്നു. 1 മാസം കഴിഞ്ഞു, എനിക്കൊരു 1.5 മാസം കഴിഞ്ഞു ഇവിടെ ഒരു കമ്മിറ്റി ഇലക്ഷൻ വന്നപ്പോൾ ദൈവസഭ ഒരുമിച്ച് എന്നെ ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. എനിക്ക് ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചതല്ല, എങ്കിലും ദൈവഹിതമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ നമ്മുടെ സഭയ്ക്ക് ഫണ്ടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ മിഷൻ വീടിൻ്റെ ശോചനീയാവസ്ഥ അന്നത്തെ ദേവദാസൻ തൻ്റെ ആത്മാർത്ഥത കൊണ്ട് പണിതു. അന്ന് 1 വർഷം അതിൽ താമസിച്ചു. അന്നത്തെ സാമ്പത്തികം അനുസരിച്ച് അത് ചെയ്തു, വളരെ നന്നായിട്ട് ചെയ്തിരുന്നു. എങ്കിലും അതിൻ്റെ കാലപ്പഴക്കം കൊണ്ട് അത് കോൺക്രീറ്റ് എല്ലാം അടഞ്ഞു വീണു. അപ്പോൾ ഞാൻ ചിന്തിച്ചത് എങ്ങനെ പണിയാൻ പറ്റും? അപ്പോൾ ഒരിക്കലും അസാധ്യമാണ്. ഞങ്ങൾ ഈ സഭയിലുള്ള എല്ലാവരും കൂലിപ്പണിക്കാരാണ്. കൃഷിപ്പണി ചെയ്യുന്നവരും വളരെ ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരാണ്. ഭവനം ഇല്ലാത്തവരുണ്ട്. അങ്ങനെ ദാരിദ്ര്യം കിടക്കുന്നവർ സഭയാണ്. അപ്പോൾ ദൈവാസൻ പറഞ്ഞ ഒരു കമ്മിറ്റിക്ക് നമുക്ക് കൃഷിപ്പണി പണിയണം, ഫണ്ടില്ല. എങ്കിലും ഒരു ദിവസം ആലയത്തിൽ ഒരു ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു പിരിവെടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പിരിവെടുക്കാൻ തുടങ്ങി. ഞാൻ ഒരു വാക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ മിഷൻ വേണ്ടി പണിക്ക് വേണ്ടി മരങ്ങളാണ് അങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാമെങ്കിൽ തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുഖു ഒരു നല്ലൊരു ചീലാഞ്ചി മരം തന്നു. അതുപോലെ തന്നെ ഫാമിലി ഒരു നല്ലൊരു അഴി ഒരു ചീലാഞ്ചി മരം തന്നു. ദൈവം അതിനുള്ള മുഖാന്തരം ഒഴുകി. ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. ഈ പണി തുടങ്ങുന്ന മുമ്പേ ദൈവാസം നമ്മൾക്ക് പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം ആലയത്തിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഈ പണി തുടങ്ങാൻ പറ്റൂ. അങ്ങനെ സഭ ഒന്നടങ്കം ഒരു ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ വൈകിട്ട് 9 മണി വരെ പ്രാർത്ഥന കഴിഞ്ഞു. അതിനുശേഷം 1 മാസത്തോളം ഞങ്ങൾ 5 വിഷയത്തിന് വേണ്ടി ഈ ആലയത്തിലും എൻ്റെ ഭവനത്തിലുമായിട്ട് കുറേ വിശ്വാസികളായിട്ട് ഒരു ദിവസം എല്ലാ ദിവസവും 1.5 മണിക്കൂർ വീതം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ മിഷന്റെ പണി തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ മിഷന്റെ പണി തുടങ്ങുന്നത്
27/4/2025 തുടങ്ങുന്നത്. ഇന്ന് 130 ദിവസം കൊണ്ടാണ് ഈ പണി ചെയ്തത്. മനുഷ്യൻ അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമാണ്. അനേക ഭവനങ്ങൾ പണി ചെയ്യാതെ പണി പൂർത്തീകരിക്കാതെ എത്തിക്കുമ്പോൾ 95% AC പോയിട്ട് ബാക്കി എല്ലാ സൗകര്യങ്ങളും ഈ മിഷനിന് ചെയ്യുവാനുള്ള മുഖാന്തരം ദൈവം ഈ സഭയ്ക്ക് മുഖാന്തരം ഒഴുകി സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഇതിന് പാസ്റ്റർ പറഞ്ഞ പോലെ വഴി തടസ്സമായിരുന്നു. ഇത് ദൈവത്താൽ സംഭവിച്ചുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിൽ പോയാലും തടസ്സങ്ങളുണ്ടെങ്കിലും അത് ആരെങ്കിലും കൂടി ദൈവം ഒരു മുഖാന്തരം ഒരുക്കി തരും. ഞങ്ങൾക്ക് ഈ ഇത്രയും ലോഡ് മണ്ണ്, അതായത് എനിക്ക് തോന്നുന്നത് ഏകദേശം 28 ലോഡ് മണ്ണാണ് ഈ പഴയ പാർസലേക്ക് പോയി. ഞങ്ങൾ കൈകാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 മാസം എടുത്താൽ പോയി മണ്ണ് ഇങ്ങോട്ട് വരും. ഞാൻ സഭാ കമ്മിറ്റിയിലെ പാസ്റ്ററും സഭാകര്യങ്ങളോട് 2 പ്രാവശ്യം ഒരു സഹോദരൻ എഴുതിപ്പോയി ഈ തൊട്ടടുത്തോളം. ഞങ്ങളെ മഴക്കൂടി കയറ്റത്തില്ല, നിങ്ങൾ ചോദിക്കുകയും വേണ്ട തരത്തില്ല, ഞങ്ങൾ ആട്ടി പാലിച്ചെന്ന് വിട്ടു. ഞങ്ങൾ വളരെ വിഷമത്തോടിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ സഭയിലെ സുഖവും വളരെ ആത്മാർത്ഥത്തോടെ ഞാൻ പറഞ്ഞപ്പോൾ അത് ഏറ്റെടുത്തു. തൻ്റെ സ്വാധീനം വെച്ച് എങ്ങനെയാണ് ദൈവം ആ മനുഷ്യനെ കുരിക്കരുത്, ഏതൊരു പ്രശ്നത്തിൽ കുരുക്കി അത് നമുക്ക് വേണ്ടി കുരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. താൻ ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങളുടെ പണി ചെയ്യുന്നവരെ 2 മാസമാണ് ഞങ്ങൾ തന്നത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങളത് തിരിച്ചു വിട്ടുകൊടുത്തത്. ദൈവം അതിനുള്ള മുഖാന്തരം ഒരുക്കി ആ സഹോദരനെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർ പറഞ്ഞ JCB വർക്ക് ചെയ്തത് അജീഷാണ്. താൻ ഒരു പൈസ പോലും വാങ്ങിച്ചില്ല, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാൻഡ് ചല്ലി മറ്റൊരു താൻ ലോഡിന് 12,000 രൂപയ്ക്ക് ഞാൻ 11,000 കൊടുക്കും. അത് വളരെ ഇനിയും 4,000 കൊടുക്കാറുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് താൻ നല്ലൊരു എമൗണ്ട് സംഭാവന തന്നിട്ടുണ്ട്. നിങ്ങളുടെ വർക്കുകൾ എന്തെങ്കിലും വരുമ്പോൾ പ്രിയ സഹോദരനായിട്ട് ബന്ധപ്പെടണം. നമ്മുടെ സഹോദരനാണ്. ദൈവം ആ സഹോദരൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ പണിയിൽ 50% പണി ഞങ്ങൾ സഭയിലെ യുവനക്കാരും എല്ലാവരും കൂടെ ചെയ്തതാണ്. നമ്മുടെ രാത്രി വൈകിട്ട് 5 മണിക്ക് എല്ലാവരും വരും. 11 മണി 11:30 വരെ കൂലിപ്പണി ചെയ്യുന്ന സഹോദരന്മാരാണ്. വളരെയധികം കാലാവസ്ഥയുടെ പ്രതികൂലത്തിന്റെ നടുവിലും മഴയും ഒന്നും മറവയ്ക്കാതെ വളരെ ആത്മാർത്ഥത്തോടെ ചെയ്തുകൊണ്ടത് മാത്രമാണ് ഈ ഭവനം ഇങ്ങനെ ക്രമീകരിപ്പാൻ ദൈവം മുഖാന്തരിക്കരുത്. ഏകദേശം 12,94,950 രൂപയാണ് ഇതുവരെ ചെലവായത്. ഞങ്ങൾക്ക് പഞ്ചായത്തിന് സാങ്ഷൻ ലഭിച്ചിട്ടില്ല. ആ സാങ്ഷൻ കിട്ടിയാൽ മാത്രമേ വീണ്ടും 1 ലക്ഷം രൂപയുടെ പണി കൂടെ ചെയ്യാനുണ്ട്. അതും കൂടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഏകദേശം 2 ലക്ഷം രൂപയോളം കടമുണ്ട്. അതും ദൈവം പൂർണ്ണമായി തീർത്തു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ മിഷനുകളിൽ പൊളിക്കുന്നവരെ നമ്മൾ വിചാരിച്ച് ദേവദാസന് താമസിക്കാൻ വേണ്ടി ചുറ്റുപാടിൽ എവിടെയെങ്കിലും ഒരു വീടെടുക്കാം. ഞാൻ ആൻറ്റിക്ക് കണ്ണിൻ്റെ ഓരോ ഓപ്പറേഷൻ വരികയാണ്, ഞാൻ പോയി വരാം. ഇപ്പം നമുക്കൊരു ബുദ്ധിമുട്ടായി ഇത്രയും ദൂരം പോയി വരാമെന്ന്. അങ്ങനെ ദേവദാസന്റെ മനസ്സോടുകൂടി തന്നെ ഇത്രയും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ മേളിലാക്കി അവിടെ നെറ്റ് മറച്ച് ദേവദാസനെ ആ സാധനങ്ങൾ ഇട്ടു. ആൻറ്റി അവിടെ കിടക്കുവാണ്. ഈ പണി ദിവസങ്ങളിലെല്ലാം കുറച്ച് ദിവസം മാത്രമാണ് പാസ്റ്റർ വരാതിരുന്നത്. ബാക്കി എല്ലാ ദിവസവും ആ പണി തുടങ്ങുന്നത് പോലെ ഞങ്ങൾ വീട്ടിൽ പോകുന്നത് പോലെ ദേവദാസൻ ഞങ്ങളുടെ കൂടെ കാണും. മഴയത്ത് നനഞ്ഞുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ചിലപ്പോൾ വീട്ടിൽ പോകാതെ ഇവിടെ കിടക്കും. നല്ല ഭയങ്കര കൊടും മഴയത്ത് ഞാൻ ഒത്തിരി പ്രാവശ്യം ദേവദാസനെ ഞങ്ങളുടെ വീട്ടിലോട്ട് വിളിക്കും. ഈ 130 ദിവസത്തിൽ 2 ദിവസം മാത്രമാണ് എൻ്റെ ഭവനത്തിൽ വന്ന് കാണുന്നത്. അത് ആൻറ്റിയുടെ നിർബന്ധത്താൽ അത്രയ്ക്ക് കൊടുങ്കാറ്റും മരങ്ങളോടി വീഴുന്നു. ആ ബാക്കി ദിവസങ്ങളെല്ലാം ഈ തണുപ്പത്ത് ദേവദാസൻ ഇവിടെ കിടന്നു. നമ്മുടെ സഭയോട് സഹകരിച്ചു ദേവദാസനെ വിശേഷാൽ ഞങ്ങൾ എൻ്റെ കമ്മിറ്റിയുടെ നന്ദി ഞാൻ അറിയിക്കുന്നു. ദേവദാസന്റെ സഹകരണം കൊണ്ട് മാത്രമാണ് ദേവദാസന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരുപാട് സാമ്പത്തിക നന്മകൾ നമുക്ക് ലഭിച്ചു. ദേവദാസന്റെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സഭയിലെ ബ്രദർ ജോസ്, ബ്രദർ പ്രസന്നിധി മേശന്മാരാണ്. അവരുടെ സഹകരണം നമുക്ക് ഏറ്റവും അനുഗ്രഹമായിരുന്നു. അവരുടെ കൂടെ നമുക്ക് ചെന്ന് ചെയ്യുവാനുള്ള മുഖാന്തരം ഒരുക്കി. അതുപോലെ പെയിന്റിങ്ങിന്റെ വർക്ക് ചെയ്തത് ബ്രദർ സതീഷ് ആണ്. തന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് കമ്മിറ്റി ബ്രദർ ബൈജു വളരെ ആത്മാർത്ഥത്തോടെ ഇതിനോട് സഹകരിച്ചു. താൻ കുറച്ച് റെസിപ്റ്റ് ബുക്കുകളൊക്കെ അയച്ച് എല്ലാവർക്കും കൊടുത്തു. നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം പിരിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് 2-3 ബുക്ക് കുടുംബത്തിന് ബുക്ക് കൊടുത്തു. എങ്ങനെ ഇത് പിരിക്കുമെന്ന് വിചാരിച്ചു നിന്നപ്പോൾ സിസ്റ്റർ രമ്യ താൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു. ഇങ്ങനെ ഞങ്ങൾ സമയത്ത് പണി നടക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഒരു 30,000 കൂടുതൽ രൂപ, വീണ്ടും ഒരു 10,000 കൂടെ, അങ്ങനെ ഒരു 40,000 രൂപ. അല്ലാതെ CA കമ്മിറ്റി എല്ലാം കൂടി ചേർത്ത് 41,696 രൂപ ആ ബൈജിന്റെ ഉത്സാഹത്തിനായി ബ്രദർ ബൈജിനെ അനുഗ്രഹിക്കട്ടെ.
ഇനി ഒരു 15 അത് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 51,000 രൂപ സിയുടെ ഇതിൽ നമുക്ക് കിട്ടി. അതും നമ്മുടെ വിഷയങ്ങളുടെ അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്ലാമ്പുഡ് ചർച്ച്, ഞാൻ എല്ലാ മാസവും പ്ലാമ്പുഡ് ചർച്ചിൽ പ്രിയ സാറിനെ കാണാൻ പോകും. ദൈവദാസനെ ഞാൻ കാണും. ഇപ്പോൾ ഞാൻ സാറിൻ്റെ പറഞ്ഞ സാറേ, ഞങ്ങളുടെ സഭ ഇതുപോലെയാണ്, ഒരു വളരെ സാമ്പത്തിക കുറഞ്ഞ സഭയാണ്, ഞങ്ങൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ സാറ് എന്നോട് വലിയ കാര്യമാണ്. സാറ് പറഞ്ഞു, നിങ്ങൾ ഈ പാസ്റ്റർ അവിടെ ഇരുന്ന പാസ്റ്ററാണ്. പാസ്റ്റർ ഒരു ഞായറാഴ്ച ഞങ്ങളുടെ സഭയിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തന്ന 10,000 രൂപ തരുള്ളൂ. ദൈവദാസൻ ഒരു ദിവസം വന്ന് ഒരു സാക്ഷ്യം പറഞ്ഞ് ഈ കാര്യം പറഞ്ഞ് പ്രസംഗിച്ചിട്ട് പോയാൽ നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സഭയുടെ അനുഭവത്തോടെ ദൈവദാസൻ ഒരു ദിവസം അവിടെ പോയി. അങ്ങനെ പ്ലാമ്പൂർ ചർച്ച് ഡിസ്ട്രിക്റ്റിൽ 72,000 സംതിങ് രൂപ അടച്ചു. ഞങ്ങൾക്ക് 70,760 രൂപ സെക്ഷൻ വഴി ലഭിച്ചു. സഭയിലെ പാസ്റ്റർക്കും നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കുടമാള സഭയിലെ ബ്രദർ ആശയം, ബ്രദർ ജോബിൻ, ബ്രദർ ഇഷ്കാൻ, അതുപോലെ കളപ്പി ചർച്ചിലെ ബ്രദർ വിജോ, ഈ കൊച്ചു സഹോദരന്മാർ ഞങ്ങളുടെ മിഷനുകളുടെ പണിക്ക് വേണ്ടി രാത്രിയും പകലും വളരെയധികം അധ്വാനിച്ച സഹോദരന്മാരാണ്. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഈ സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി സാധനം തന്നു. ഫാന്, അങ്ങനെ ലൈറ്റുകൾ, ട്യൂബ്, ബൾബൊക്കെ സ്പോൺസർ ചെയ്തവരുണ്ട്. അവരെല്ലാവരും കൊടുക്കുന്നത് ഇത് ഒരിക്കലും പാടില്ല. ദൈവനാമത്തിൽ നമ്മൾ എന്ത് ചെയ്താലും എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഇത് ഒരിക്കലും പാടില്ല. 100 മടങ്ങ് പ്രതിഫലം തരാൻ ദൈവം ശക്തനാണ്. നിങ്ങൾക്ക് ഇത് വലിയ അനുഗ്രഹമാകട്ടെ. അതുപോലെ തന്നെ ഇതിനുവേണ്ടി എല്ലാം സഹകരിച്ച സഭ വിശ്വാസികൾക്ക്, ചർച്ച് കമ്മിറ്റികൾ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സഭയിലെ സഹോദരന്മാർ എല്ലാവരും കൂടെ കാണണം. നിങ്ങൾ ഇവിടെ നിന്ന് എങ്ങനെ ഉത്സാഹിച്ചാലും മേളിൽ കയറ്റിയോ സാധനം, ആ ഉത്സാഹത്തോടെ ഇന്ന് തന്നെ സാധനം താഴെ ആക്കി കൊടുക്കണം. നിങ്ങളുടെ സഹകരണത്തെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മാത്രം ദൈവം നടത്തിയ വഴിയെ കുറിച്ച് പ്രിയ നമ്മുടെ സഭാ സെക്രട്ടറി ഓർമ്മിക്കുവാനിടയായി തരുന്നു. അടുത്തതായി നമ്മോട് ആശംസകളായി പ്രസ്താവിക്കുന്ന ആദ്യമായി ശ്രീരാജ് പാസ്റ്റർ നെയ്യാറ്റിങ്കര സഭയുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. ഞാൻ നേരത്തെ അദ്ദേഹത്തെ കുറിച്ച് ഓർപ്പിച്ചു. അദ്ദേഹം മുന്നോട്ട് വന്ന് ചില വാക്കുകൾ നമ്മോട് സംസാരിക്കും, ആശംസ അറിയിക്കും. അതിനുശേഷം കർണാടക സഭയുടെ പാസ്റ്റർ, അതുപോലെ കോളേജിൻ്റെ പ്രസിഡന്റുമായിരിക്കുന്ന പാസ്റ്റർ പി കെ യേശുദാസ്, അദ്ദേഹവും നമ്മെ നല്ലൊരു സഹായം നൽകിയ ദൈവദാസനാണ്. വിശേഷ പാസ്റ്റർ മാത്യു കോവിന്ദ്, ലാമോട് എജി, ഈ ദൈവദാസന്മാർ പ്രാരംഭമായി നമ്മോട് സംസാരിക്കും. അതിനുശേഷം മറ്റ് പ്രിയപ്പെട്ടവർക്കും അവസരം. ദൈവനാമത്തിന് മഹത്വം. ഇങ്ങനെയൊരു ഭവനം പണിയുവാൻ ഈ ചർച്ചിലെ വിശ്വാസികൾക്ക് ദൈവം പ്രാർത്ഥിക്കുന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവകാര്യങ്ങൾ നിർവഹിക്കണമെന്ന് സാറ് മറ്റ് ദൈവദാസന വിശ്വാസത്തിൻ്റെ സ്നേഹമെന്ന് അറിയിക്കുന്നു. യാതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് പ്രതിഫലമുണ്ട്. ദാനിയേൽ രാജാവിന് പാനപത്രം കൊടുക്കുമ്പോഴും അവരുടെ മുഖം വാടിയിരിക്കുന്ന അവസ്ഥ കണ്ടിട്ട് രാജാവ് ചോദിച്ചു, അതിൻ്റെ മുഖം രാജാവിനോട് പ്രവർത്തിച്ചു. അതിന് കാരണം പ്രാർത്ഥനയാണ്. ഈ പണിയുടെ തുടക്കം മുതൽ പ്രാർത്ഥനയും കാര്യങ്ങളും എനിക്കറിയുവാനിടയായി. ഞാൻ ഈ ചർച്ചിലെ പെട്ടെന്ന് ഈ പണി പൂർത്തിയായി വിചാരിച്ചില്ല. ആ എരിച്ചിലും അതിനെ നെഹമ്യാ പണിയാൻ തുടങ്ങിയപ്പോൾ 1-2 പേര് പറഞ്ഞു, ഇത് നടക്കത്തില്ല. ഏത് നടന്നാലും നരി കയറി ഇറങ്ങുമ്പോൾ ഈ പണി നിഷ്ഫലമാണ്. ഈ പണിക്ക് വേണ്ടി വന്നവരെ വിലയ്ക്ക് വരും. സാമ്പത്തിക നന്മകൾ തരാതിരുന്നവരെ വിലയ്ക്ക് വരും. വിദേശത്ത് നിന്ന് ഒരു പാർട്ടി പൗരത്തിന് വേണ്ടി കാശ് തരണം പറഞ്ഞതിന് വിലയ്ക്ക്. എന്നാൽ പറയുന്നു, പകൽക്കാലം വേനൽ, രാത്രികാലം ശീതം തീണ്ടാതിരിപ്പാൻ സങ്കേതമായി മറുപടമായി ഒരു കൂടാരമുണ്ട്. വാസ്തവമായിട്ടും തന്റെ മക്കൾക്ക് ആവശ്യമായത്
ദൈവത്തിന് അറിയാം. പകൽക്കാലം അധ്വാനത്തിലൂടെ രാത്രികാലം വന്ന് പലപ്പോഴും ചിന്തിക്കും, ഇവിടെ ശരീരം കല്ലോ ഇരുമ്പോ അല്ല. പകൽക്കാലം കഠിനാധ്വാനം ചെയ്തിട്ട് പിന്നെ ആലയത്തിൽ എവിടേക്ക് വേണ്ടി ആമേൻ വന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വാസ്തവമായിട്ട് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കും. ഇത്രമാത്രം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ ദൈവം കരങ്ങളെടുത്തതുകൊണ്ട് ഇതിൻ്റെ നന്മകൾ ഇവിടുത്തെ വാസ്തവം ആരും തരത്തില്ല. സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് തലമുറകളെ മാനിക്കും. എൻ്റെ സംഘടന ചർച്ച പണിതപ്പോൾ ആളായിട്ടെങ്കിലും വന്ന് നിൽക്കാൻ ആ പാസ്റ്റർ എടുത്ത് പറഞ്ഞപ്പോൾ ആ പാസ്റ്റർ ചോദിക്കുകയാണ്, എനിക്കോ ഈ വീട് പണിയുന്നത് ചോദിച്ചു. ആ ചർച്ച് നല്ല ഭീമമായ വിദേശം 1 കോടി രൂപയ്ക്ക് അപ്പുറമായ ചിലർക്ക് ചർച്ചാണ്. ആകയാൽ ചർച്ച് നമ്മുടെ വീട് തന്നെ. ഒന്നാമത്തെ വീട് അമ്മയുടെ ഉദയം, രണ്ടാമത് അമ്മയുടെ വീട്, മൂന്നാമത്തെ വീടാണ് ദൈവാലയം, നാലാമത്തെ വീടാണ് സ്വർഗസന്നിധി. അപ്പോൾ ഈ ദൈവാലയം വീടിയ സത്യകാന്ത പ്രതിഷ്ഠ കഴിഞ്ഞ് ഒരുപാട് നാൾ ജീവിച്ചിരുന്നില്ല ദൈവമക്കളെ. സങ്കടം പറയുന്നത് ചെറുപ്പക്കാരനാണ്. എന്നാൽ ദൈവത്തിന് വേണ്ടി ആര് കഷ്ടത അനുഭവിച്ചാലും അവരുടെ ആരോഗ്യത്തെയും ആയുസ്സിനെയും വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയും. നിങ്ങൾ ഈ ചെയ്തിരിക്കുന്നത് അല്പകാല ജീവിതമായിട്ടേക്ക് നിങ്ങൾക്കാർക്കും ആണെങ്കിലും ഇത് ഉത്തരവാദിത്തപ്പെട്ട് ഇവിടെ ആത്മീക ആഹാരം കഴിച്ച് അമിച്ച ഭവനത്തിൽ ചെന്ന് ഭൗതികമായ ആഹാരം കഴിച്ച് പ്രാർത്ഥിച്ച് ഭക്ഷിച്ച് വിശ്രമിപ്പാതക്കമാണ് നിങ്ങളുടെ ഭവനം പണിയുവാൻ നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ട് ഇനി ദേശത്തിൽ ചർച്ച് മഞ്ഞക്കോളല്ല പച്ചക്കോളായി ഭയങ്കര സാമർത്ഥ്യപരമായിട്ട് അവർ ദൈവത്തെ അപ്പുറമായിട്ടല്ല ദൈവത്തിൻ്റെ കീഴിലായിട്ട് നിങ്ങളെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. ഈ പണി തുടക്കം മുതൽ ഒടുക്കം വരെ ഞാൻ എല്ലാ ദിവസവും ഒരു നേരം പ്രാർത്ഥിക്കും. അവൻ പ്രാർത്ഥിച്ചാൽ പ്രാപിക്കാത്തതൊന്നുമില്ല. ഇങ്ങനെ വിശുദ്ധ ആമെ ആത്മീകമായി പഠിച്ച് അല്പം കഴിയുമ്പോൾ ആ ഭവനത്തോട് വാതിൽ തുറന്ന് അകത്ത് കയറി ദൈവദാസൻ അതിനെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രതിഷ്ഠിച്ച് ആമെ വീടാക്കി നമുക്ക് തരുമ്പോൾ അതിനകത്ത് ആമെ ഭൗതികമായ ഭക്ഷണം ഭക്ഷിച്ച് കടന്നുപോകും. എല്ലാവർക്കും ഇടയാക്കട്ടെ എന്നുള്ള നല്ല ആശംസയോടുകൂടെ എൻ്റെ വാക്കുകൾ സംഭരിക്കുന്നു. അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഓർത്തുകൊണ്ട് മലയോട് സഭയ്ക്ക് ദൈവം നൽകിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട സുദിനത്തിനായി നിങ്ങളുടെ സഭയിൽ കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ദൈവത്തിൻ്റെ ദാസന് വളരെ നന്നായി പാർത്ത് ഈ ദേശത്ത് കർത്താവിൻ്റെ ദേവസേവയെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ദൈവസഭയുടെ കഠിനാധ്വാന നിമിത്തം ഇവിടെ പണിയെടുപ്പിച്ച ഈ പാസ്റ്റേജിൻ്റെ പ്രതിഷ്ഠയോടുള്ള ബന്ധത്തിൽ നടത്തുന്ന ഈ ശുശ്രൂഷകൾ നേതൃത്വം വഹിക്കുന്ന ഈ സ്ഥലം സഭയുടെ ശുശ്രൂഷകൾ കാര്യങ്ങളോ സെക്ഷൻ്റെ പ്രശ്നമായ ഞാൻ വളരെ ബഹുമാനിക്കുന്ന താഴ്ദാസൻ പ്രാർത്ഥിക്കാൻ അതുപോലെ ഈ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ അധ്വാന നിമിത്തം ഉണ്ടാക്കിയ ഈ പാസ്റ്റേജ് പ്രാർത്ഥിച്ച് ദൈവഭാവി സമർപ്പിക്കേണ്ടതിന് നമ്മുടെ മധ്യേ വന്ന് വളരെ മനോഹരമായ ദൈവങ്ങളുടെ ശുശ്രൂഷ ശേഷം അല്പം കഴിഞ്ഞ് ഈ മഹത്വങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന നമ്മുടെ ഡിസ്ട്രിക്ട് സൂപ്രണ്ടന്റ് വെളപ്പിൽ സെക്ഷൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ബി ജോൺ, അതുപോലെ താഴ്ദാസൻ ബഹുമാനപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ വളരെ നാളുകൾക്ക് ശേഷമാണ് ദൈവത്തെ കാണുന്നത്. വേദിയിലായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സത്യത്തിൽ മലയക്കോട് സഭയുടെ ഏറ്റവും സുവർണകാലം ആണ് ഞാൻ ഒരു പാസത്തെ ഈ ദേശത്തുള്ള സഭാ ശുശ്രൂഷയുടെ കാലം എന്ന് ഞാൻ ഹൃദയംഗമായി വിശ്വസിക്കുന്നു. ചേർന്ന് വിശ്വസിക്കുമോ? കർത്താവിനുള്ള അനന്തരം കൊടുക്കാമോ? നിശ്ചയമായിട്ട് ഏതൊരു പാസ്റ്റർ നല്ല പാസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം ജനത്തെ ഈ പണം ഉണ്ടായിട്ട് കഴിയില്ല, ആളുകളെ സമന്വയിപ്പിച്ച് ഒരേ ആശയത്തിൽ കൊണ്ടുവന്ന് ഒരു കാര്യം വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു സഭാ ശുശ്രൂഷകരെ ഏറ്റവും ശ്രമകരമായ കാര്യമാണ്. പണം കണ്ടെത്തുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പല വഴികളുണ്ടാക്കാം. പക്ഷേ ആളുകളെ നമുക്കറിയാം. മിക്കവാറൊക്കെ ഞാൻ അസംബ്ലി സ്കൂളിലെ 30 വർഷത്തെ സഭാ
ശുശ്രൂഷയുടെ പണിയുണ്ട്. പല പണി നടക്കുമ്പോഴത്തേക്ക് ആളുകൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിട്ട് പണി ഒരു പക്ഷേ എങ്ങനെയെങ്കിലും പൂർത്തിയാകും, പക്ഷേ ആളുകൾ വ്യത്യസ്തമായ ധ്രുവങ്ങളിലേക്ക് പോകും. എന്നാൽ സഭ പോലെ തന്നെ പ്രാധാന്യമാണ് പാർസനേജ്. അതുകൊണ്ട് ദൈവം നിന്ന് പെയ്യുന്ന മഴ പോലെ, സ്ഥിരമായി പെയ്യുന്ന മഞ്ഞ് പോലെ ആ പാർസനേജിനെ ദൈവം അഭിവൃദ്ധിയിലേക്ക് നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരള ഗവൺമെന്റിന്റെ ഫുഡ് കോർപ്പറേഷന്റെ ഗോഡൗണൊന്നും ആകില്ലായിരിക്കാം, പക്ഷെ അവിടെ ഒരു നന്മയ്ക്ക് മുടക്കമില്ലാതിരിക്കാൻ ദൈവം സകല സമൃദ്ധിയായി ദൈവം ആ സ്ഥലത്തെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ പാസ്റ്റേജിൽ പാർക്കാൻ പാസ്റ്റർമാർ തയ്യാറല്ല എന്നുള്ളതാണ്. ദക്ഷിണ മേഖലയിൽ ഇഷ്ടംപോലെ പാസ്റ്റേജുകളിൽ ഒഴിയുന്നതാണ്. അതിൽ മാറ്റം വരണം. ഒരു ദൈവത്തിന്റെ ദാസൻ ഒരു സഭയോട് ചേർന്ന് പാർത്താൽ ആ ദേശത്ത് ഭയങ്കര ദൈവപ്രവർത്തനമാണ്. എത്ര കുറവുണ്ട്. അവയെ നല്ല ശുശ്രൂഷയാണ് സഭാ ശുശ്രൂഷ. അത് ഉന്നതമായി ചെയ്യാൻ കഴിയുന്നത് വലിയ കാര്യമാണ്. സഭയുടെ വിരോധമായ സപ്പോർട്ട് ഇതിനുള്ളതോർന്ന് ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുന്നു. പല സഭയ്ക്കും ഉള്ള ഏക വിഷയം എന്ന് പറയുന്നത് സഭാ ബോർഡ് ഡെവലപ്പ് ചെയ്യാം. എന്നാൽ കാഴ്ച മാത്രം പോലെ പാസ്റ്റേജിന് കാഴ്ചപ്പാടുകൂടെ വേണം. അങ്ങനെ ഈ സഭ കാഴ്ചയുമുണ്ട്, കാഴ്ചപ്പാടുമുണ്ട്. നിങ്ങളുടെ സകല പ്രവർത്തികളെയും നമ്മെ മുക്തി കണ്ടോ ഞാൻ പ്രശംസിക്കുന്നു. ബോർഡ് കാക്കാട് ചർച്ചിന്റെ കോളേജിലെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് തരുവാണ്. ഒരു സുന്ദരമായ കരങ്ങൾ വലിയ കർത്താവ് കൊടുക്കാമോ? കർത്താവ് സഹായിക്കട്ടെ. ഈ പാസ്റ്റേജിന്റെ എന്തെങ്കിലും സംഭവമായിരുന്നു. താങ്ക് യു. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷൻ ഈ സഭയുടെ ശുശ്രൂഷയുടെ നമ്മുടെ വിദേശാംശ ശുശ്രൂഷ ദൈവമക്കളെല്ലാവർക്കും ഉദ്ദേശിക്കുന്ന സ്നേഹമാണ്. ഞാൻ ഈ ഏരിയയിലുള്ള ആദ്യമായിട്ടാണ് ഒരു പാർസനേജിന്റെ സമർപ്പണ ശുശ്രൂഷ പങ്കെടുക്കുന്നത്. ക്രമേണ മഞ്ഞക്കോട് സഭയുടെ പാർസനേജിന്റെ സമർപ്പണ ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള അവസരത്തെയും സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ രണ്ട് നാളുകൾ കൊണ്ടുള്ള നല്ല സ്നേഹബന്ധങ്ങളുണ്ട്. എന്നെ കണ്ട് സമയം മുതൽ നല്ല ആത്മീയ ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട്. ഈ ദേശത്ത് ഞാൻ വന്നതിന് ശേഷം ഈ പാഴ്സനേജിന്റെ പണിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും സീനിയറായ ഒരു ദൈവദാസൻ ഇത്രയും പ്രായത്തിൽ അങ്ങനെ ഉദ്യമത്തിന് എന്താണ് മുതിരുക എനിക്ക് അറിവുണ്ടായിരുന്നു. പക്ഷേ എന്താണ് ദൈവത്തിന്റെ ദാസന്റെ വലിയ താല്പര്യം, സഭയോട് ദേശത്തോട് കാണിച്ച വലിയ താല്പര്യത്തിന് ധാരാളമായി അനുഗ്രഹങ്ങൾ നന്മകൾ പകരട്ടെ. നെഹമ്യാവ് ദൈവസഭയെ പ്രാർത്ഥിക്കുന്ന പോലെ ഇത് എനിക്ക് നന്മയ്ക്കായി കണക്കിടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നീതിയായി ദാസന് കുടുംബത്തിന് കണക്കിടട്ടെ. ഈ സഭയ്ക്ക് ദൈവം നൽകി തന്നിരിക്കുന്ന പാഴ്സനേജ് ബഹുമാനപ്പെട്ട ശബത്സരത്തിലൂടെ ദൈവദാസന്മാരെ പ്രാർത്ഥിക്കാനും ദൈവീയ അള്ളപ്പാടുകളിൽ പ്രാപിക്കാനുള്ള ഇടമാണ്. ഞാൻ മുമ്പ് ശുശ്രൂഷിച്ച 2 സ്ഥലങ്ങളിൽ പാഴ്സനേജ് വന്നപ്പോൾ കണ്ടെടുത്ത് ബഹുമാനപ്പെട്ട സാറാണ് അതിൻ്റെ ശുശ്രൂഷ നിർവഹിച്ചത്. പെരുമ്പാവൂർ ആലയത്തിൻ്റെയും സമർപ്പണ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ സാർ പറഞ്ഞ ഒരു പ്രസാദം എല്ലാ കാലത്തും മനസ്സിനെ നോക്കാറുണ്ട്. ഞങ്ങളോട് പറഞ്ഞൊരു നിർദ്ദേശം ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ നന്മപ്പാട് പ്രാപിക്കേണ്ടത് വേണമാണ്. ആ ചിന്ത അന്ന് മുതൽ എല്ലായ്പ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കാറുണ്ട്. ഈ സമർപ്പണ ശുശ്രൂഷയിലും അനുബന്ധമായി തന്നെ ഒരു വചനം ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ വാക്കിൽ അവസാനിപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായത്തിൽ ആരംഭഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നത്, അബ്രഹാമിന്റെ കൂടാരത്തിൽ 3 വ്യക്തികൾ അതിഥികളായി കടന്നു. ഒരു ശ്രദ്ധേയമായ കാര്യം, ദൂതന്മാർ ഇറങ്ങി വരുന്ന ഒരു ഭവനം, അവർക്ക് വേണ്ടുന്ന ആഹാരം കൊടുക്കുന്ന ഒരു ഭവനം, അവരിൽ നിന്ന് ദൈവാലോചന പ്രാപിക്കുകയും അതിനനുസരിച്ച് ഇതിൽ നിൽക്കുകയും ചെയ്ത ഒരു കുടുംബത്തെ, ഒരു ഭവനത്തെ കാണാൻ കഴിയും. ഈ സഭയ്ക്ക് വേണ്ടി കർത്താവിന്റെ ദാസൻ ചെയ്യുന്ന ശുശ്രൂഷകളാണ് അനേകർക്ക് ആശ്വാസവും അനേകർ രക്ഷയ്ക്കും അനേകർക്ക് ഇടിവിലുള്ള പ്രാർത്ഥനയ്ക്കും അനേകരുടെ ആശ്വാസത്തിനും കരുതലിനും അനേകം ജീവിതത്തിൽ സന്തോഷത്തോടെ തങ്ങളുടെ വീടുകളിലേക്ക് മറ്റും പഠനത്തിനെതിരെയും എല്ലാ സംഭവത്തിലും പഠനത്തൊക്കെ ദൈവിക കരുതലിൻ്റെ ഒരു ഭവനമായി മാറട്ടെ. വിദേശത്തിൻ്റെ ഒരു വിളക്കായി തീരട്ടെ. അനേകം ഈ ഭവന പാഴ്സനേജ് ആശ്വാസമായി ഭവിക്കട്ടെ.
ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ കുടുംബത്തിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പ്രാമുഖ ദൈവസഭയുടെയും അതുകൊണ്ടെല്ലാം ദൈവമക്കളെയും എല്ലാ ആശംസകളും ഈ സഭയോട് പ്രത്യേകിച്ച് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം അധ്വാനിച്ച കർത്താവിദാസനോട് എല്ലാ ദൈവമക്കളോടും അറിയിക്കുന്നു. കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവിൻ്റെ വേലയിൽ വിദേശത്ത് പ്രയോജനപ്പെടുത്തുന്ന ദൈവം അവസരം നൽകട്ടെ. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ സെക്ഷൻ്റെ കലാന്തിയായി സെക്ഷൻ കമ്മിറ്റിയെ ഈ സെക്ഷനിലുള്ള ദേവദാസന്മാരെ പ്രതിദാനം ചെയ്തുകൊണ്ട് ചില വാക്കുകൾ പറയും. അതിനുശേഷം വിളപ്പിൽ സെക്ഷൻ്റെ പ്രസിഡന്റായിരിക്കുന്ന മാസ്റ്റർ ബിജോ ചില വാക്കുകൾ പ്രസ്താവിക്കും. അതുപോലെ മാസ്റ്റർ ദിൽബർ ഈ പ്രിയപ്പെട്ടത് ബഹുമാന്യ നമ്മുടെ ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്ന ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ഈ പുതിയ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷാൽ അഭിനന്ദിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞങ്ങൾക്കും വന്ന് പങ്കെടുക്കുവാനും പങ്കുചേരുവാനും സർവശക്തനായ ദൈവം ഇടയാക്കി ഓർത്ത് നദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം 3 മണിക്കാണ് ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് എത്ര മണിക്ക് തീരുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. പ്രിയ സാറിനോട് വേണ്ടിയ സന്ദേശം നന്നായി നമ്മൾ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രതിഷ്ഠാ ശുശ്രൂഷയിൽ പങ്കെടുത്തു. 5 മണിക്കൂർ ഒരേ സ്റ്റെപ്പിൽ ഇരിക്കേണ്ടി വരും. ഒരു ആലയത്തിൻ്റെ പ്രതിഷ്ഠയാണ്. അതുകൊണ്ട് നിരന്തരമായി ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നടക്കുകയാണ്. നിങ്ങളോട് ചേർന്ന ദൈവത്തെ ഓർമ്മപ്പെടുത്താൻ ഇടയായത് വളരെ സന്തോഷിക്കുന്നു. പ്രിയ യാഗത്തുമണി പാസ്റ്റർ ഈ സഭയിൽ വന്നപ്പോൾ തന്നെ ഇങ്ങനെ ആലയത്തിലെ കുറവുകളൊക്കെ പരിഹരിക്കാൻ സഭ കാണിക്കുന്ന ഉത്സാഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് കരുത്തനായ ഒരു സഭാ ശുശ്രൂഷകനെയാണ് ദൈവം തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇനിയും ഇവിടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതെല്ലാം ഈ പാസ്റ്റ് ഇരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുമോ? ഇപ്പോൾ നടത്തില്ല, ഇനിയില്ല. സ്തോത്രം. ദൈവം സഹായിക്കട്ടെ. വളരെ ആത്മഭാരത്തോടും ദർശനത്തോടും ദൈവിക കാഴ്ചപ്പാടോടും ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വളരെ താല്പര്യമായി പ്രയത്നിക്കുന്ന അനുഗ്രഹീതനായ ദൈവദാസനാണ്. അദ്ദേഹം ഈ സഭയിൽ ചെയ്തു വരുന്ന എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഈ സഭ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്ന് ആത്മാർത്ഥമായ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ കാണിക്കുന്ന കൂട്ടായ്മകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രസംഗിക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ സമയം ഇതല്ല. നിങ്ങളുടെ വിശേഷം അഭിനന്ദിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകി ദൈവം നിങ്ങളെ ആശീർവദിക്കട്ടെ. കൊർന്നലിയോസിനോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു. എന്തുവാണെന്നറിയോ? യോപ്പയിൽ കടൽക്കരയിൽ താമസിക്കുന്ന തോൽക്കൊല്ലനായ ശീമോന്റെ വീട്ടില് പത്രോസ് താമസിക്കുന്നു. പത്രോസിനെ ആളെ വെച്ച് വരുത്തി കൊർന്നലിയോസിനോട് പറഞ്ഞു മകനെ കേൾക്കാൻ. നിങ്ങൾക്കറിയാമോ, പത്രോസിന്റെ കാഴ്ചപ്പാട് അതുവരെ യഹൂദന്മാരോട് മാത്രമേ സുവിശേഷം പറയാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ കടൽക്കരയിലുള്ള തോൽക്കൊല്ലനായ ശീമോന്റെ ആ ചെറിയ വീട്ടിൽ അദ്ദേഹം പാർക്കുമ്പോൾ ആ വീട്ടിലായിരിക്കുന്ന സമയത്ത് കണ്ട ഒരു ദർശനമാണ് പത്രോസിന്റെ തുറന്നുള്ള ശുശ്രൂഷയ്ക്ക് വലിയ മാറ്റമുണ്ടാകാനിടയായത്. ഈ മഞ്ഞക്കോട് സഭ ദൈവകൃപയെ ആശ്രയിച്ച് പുതുതായി പണിയെടുപ്പിച്ച ആ പാഴ്സനേജ് പഴയത് കഴിഞ്ഞുപോയി. ആ പാഴ്സനേജ് പ്രിയ ദൈവദാസന് കുടുംബം പാർത്ത് കർത്താവിനെ മോത്തപ്പെടുത്തുമ്പോൾ കഴിഞ്ഞ നാളുകളേക്കാൾ ഊർജ്ജസ്വലതയോടെ പ്രത്യേക ഒരു ആത്മീയ കാഴ്ചപ്പാടോടെ വരുന്ന നാളുകളിൽ ഈ സഭയെ ശുശ്രൂഷിക്കാൻ, ഈ ദേശത്ത് പ്രവർത്തിക്കാൻ ദൈവദാസനെ കുടുംബത്തെ ദൈവം ശക്തീകരിക്കട്ടെ, മാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പഴയ ഉച്ചക്കട സഭയുടെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും സെക്ഷനിലെ എല്ലാ ദൈവദാസന്മാരുടെയും
എല്ലാ സഭകളെയും പ്രതികരിച്ച് പ്രത്യേക ആശംസകൾ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. വളരെ ആത്മീയ സാന്നിധ്യത്തിൽ വിളക്കുന്ന അനുഗ്രഹരായ ദൈവദാസന്മാരും ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആലയം പാസ്റ്റേജ് പണികൾ എന്ന് പറയപ്പെടുന്നത് ഇതൊന്നും മനുഷ്യന്റെ പണികളല്ല. ദൈവത്തിന് വേണ്ടി ദൈവം നമുക്ക് നന്മ നൽകി 12 പേരാണ്. മറ്റാരുടെ കയ്യിലും അപ്പം നുറുക്കി കൊടുത്തില്ല. അപ്പം നുറുക്കി കൊടുത്ത് ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം വളരെ വിശ്രമിക്കുവാൻ ആഗ്രഹിക്കപ്പെട്ട ശിഷ്യന്മാരോട് നിർബന്ധിച്ചത് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം. കർത്താവ് അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞതിന്റെ ഒരു കാരണമുണ്ട്. കർത്താവിനെ ഭൗതിക ലോകത്ത് എന്താ ചെയ്യാ, 5,000 പേര് പോഷിപ്പിച്ച് 15,000 പേര് പോഷിപ്പിച്ചപ്പോ ആഹാരത്തിന് മുട്ടില്ല, ഭൗതികമായി മുട്ടില്ല. അങ്ങനെ ഭൗതിക കാര്യാദികളെ പരിഹരിക്കുന്ന ഒരു രാജാവാക്കാൻ യേശുവിനെ അവർ ശ്രമിച്ചു. കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് ഒരു ഭൗതിക രാജ്യം സ്ഥാപിക്കാനല്ല, ഒരു നിത്യത സ്ഥാപിക്കപ്പെടാനാണ്. എനിക്ക് പലകൂട് സഭയോട് പറയാനുള്ളത്, ഇവിടെ നമുക്ക് വിശ്രമമില്ല. ഇവിടെ വിശ്രമം നമുക്ക് യുഗായുഗമായ വിശ്രമമുണ്ട്. അത് നിത്യതയാണ്. ഒരു പാസ്റ്റേജ് പണിക്ക് മാത്രമല്ല, നിത്യതയുടെ അനേകരെ നിത്യത ചുമക്കുവാനും അനേകരെ ക്രിസ്തുവിൽ നേടിയെടുക്കുവാനും ഈ ദിവസമയ്ക്ക് ദൈവം കൃപ പാസ്റ്റേജിന്റെ പണികൾക്ക് വേണ്ടി ചുമട് കൊടുത്ത എല്ലാ സഭയ്ക്കും ദൈവദാസനും വിളമ്പ സെക്ഷന്റെയും കടക്കാവൂട് സഭയുടെയും എന്റെയും പേരിലുള്ള ആശംസ അറിയിക്കുന്നു. വിശേഷാൽ ഈ ശുശ്രൂഷകൾക്ക് എന്റെ സഭയിലെ സഭാ സെക്രട്ടറി ആയിരിക്കുന്ന ജോൺസൺ അങ്ങള് ഡിസ്ട്രിക്റ്റിന്റെ സൺഡേ സ്കൂൾ സെക്രട്ടറിയുമാണ്. തിരക്കുകൾ കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ആ ദേവദാസന്റെയും ആശംസ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും. ദിവസത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷിച്ച് ഇവിടുത്തെ പ്രധാന ശുശ്രൂഷകളുടെ നേതൃത്വം നൽകുന്ന അന്നത്തെ ഇലക്ഷൻ ഞങ്ങളുടെ സെക്ഷൻ്റെ പ്രസിഡന്റ്, അതുപോലെ ഈ ശുശ്രൂഷകൾക്ക് ഇതിനകത്തുന്ന പ്രിയ സാറ്, അനുഗ്രഹമായ ശുശ്രൂഷകളുടെ സെക്ഷൻ്റെ കർത്താവിന്റെ നമുക്ക് അയക്കുന്ന ബഹുമാനരായ പ്രിയ ദൈവത്തിന്റെ ദാസന്മാർ, ഇവിടുത്തെ പാസ്റ്റേജിന്റെ പള്ളിയുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടിയിരിക്കുന്ന സഭാ കുടുംബങ്ങൾ, ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർ, പുറത്തു നിന്ന് കടന്നു വന്നത് എല്ലാവരെയും കർത്താവ് ധന്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. അനേക സമ്പത്തും അനേക വലിയ ആൾക്കൂട്ടമുള്ളിടത്ത് പെട്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാതിരിക്കുമ്പോൾ ഇതൊരു അത്ഭുതമാണ്. ഇത് ദൈവത്താൽ സംഭവിച്ച കാര്യങ്ങളാണ്. ഇത് ദൈവം നമുക്ക് വേണ്ടി മഞ്ഞക്കൂട് സഭയ്ക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയും. ഇവിടെ പലപ്പോഴും വന്ന് കഴിഞ്ഞിട്ടുണ്ട്. ആ പാസ്റ്റേജിന്റെ കോൺക്രീറ്റ് ഒക്കെ വീണ് പച്ചക്കറുള്ള അവിടെ വളരെ ഭയത്തോടുകൂടെ കഴിയുന്ന ഒരു സന്ദർഭം പ്രിയ ദേവദാസൻ പറയുന്നാലും എങ്കിലും കർത്താവിന്റെ ഇവരുടെ മുഖത്തായതുകൊണ്ട് ദൈവം അതിനെ ചുറ്റും ദൈവം തന്റെ സാന്നിധ്യമൊക്കെ ഈ ആലയവും പാസ്റ്റേജും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതുവരെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാതെ ഒരുപാട് പോരാത്ത മഴയൊക്കെ പെയ്ത സമയത്ത് അവിടെയൊക്കെ അവർ മാത്രമുള്ള കർത്താവിന്റെ വേല ചെയ്യുവാനിടയായിട്ട് ഇവിടെയൊക്കെ ദൈവസഭയുടെ കഠിനമായ അധ്വാനം രാമകലില്ലാതെ ഒരു ഓവർ ടൈം ജോലി പുറത്തുപോയി ചെയ്താലും ഇന്ന് കൂടുതലും ഒരു ജോലിയിലും പല ജോലികളൊക്കെ സമൂഹത്തിൽ ചെയ്യുന്നവരുണ്ട്. രാവിലെ 6 മണി മുതൽ 2 മണി വരെ, പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ വിശാലമായിട്ട് ശരീരസുഖവും ആരോഗ്യമുള്ള ജീവനക്കാർക്ക് പ്രിയപ്പെട്ടവർക്ക് ഒക്കെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാം. 1 മണിക്കൂർ ജോലി ചെയ്താൽ ഓവർ ടൈം തന്നെ 100,000 രൂപ കിട്ടും. ഇവിടെ ഞാനും പ്രതിഫലം തന്നില്ലെങ്കിലും ഒരു ചെറു വിരൽ അനക്കിയിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് തണ്ണീർ ദൈവനാമത്തിന് വേണ്ടി കൈ നീട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവം മറന്നു കളയുന്ന ദൈവമല്ല. തിരുവനന്തപുരത്തിൽ കാണുന്നു ഒരു കൊറിയക്കാരനായ സീമോൻ ആ ക്രൂശിന്റെ അഗ്രഹങ്ങൾ താങ്ങി സഹായിച്ചു. മുഴു ലോകത്തെ അവിടെ ഉണ്ടാകട്ടെ എന്ന
ലഭിച്ച കർത്താവ് ചാണുകൊണ്ട് ആകാശത്തിന്റെ വ്യാപ്തി അളക്കുന്ന, നക്ഷത്രങ്ങളെ പേരുകളിൽ വിളിക്കുന്ന, പർവ്വതങ്ങളെ വെളിക്കൊള്ളുകൊണ്ട് കുന്നുകളെ തുലാസിൽ പോകുന്ന സർവശക്തനായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ കടന്നു വന്ന് അവിടുന്ന് പച്ചപ്പായി മരം ചുമക്കാൻ കഴിയാതെ അവിടെ കിടന്നതല്ല. അടുത്തൊരുവൻ വിടുവിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. കുറേനേക്കാരനായ സീമോൻ അത് അവൻ ആ ക്രൂശിന്റെ അഗ്രഹങ്ങൾ താങ്ങി സഹായിച്ചപ്പോൾ ഒരിക്കൽ കർത്താവിന് കഴിയാത്തതുകൊണ്ട് അവസരമായിട്ട് അവിടെ നടക്കുന്നു എന്ന് ഒരു പക്ഷേ ആത്മീയരായവർക്ക് ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ അത് ആ കുടുംബത്തിന്റെ വിടുതലിന് കാരണമായിട്ട് അത് മാറേണ്ടതിന് യേശു ആ ഭാഗങ്ങൾ അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. അവർ വന്ന് താങ്ങി സഹായിച്ചു, തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. ദൈവനാമത്തിന് വേണ്ടി കൊടുത്തത് ചിലവാക്കിയത് ചിലവിട്ട് തോന്നി ഒരിക്കലും അത് നന്മയായി തീരാതിരിക്കില്ല. അത് ഈ സഭ കാണേണ്ടിയിരിക്കുന്നു. ഇതിന്റെ പിന്നിലൊക്കെ കഠിനാധ്വാനം ചെയ്ത കുടുംബങ്ങൾ, തലമുറകൾ സകലരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ഈ ദേശത്ത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം ഈ സഭയെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശേഷിച്ച് സെക്ഷൻ CA കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന പ്രിയ വൈസ് ചാരിറ്റിയിൽ വളരെ ശക്തമായി വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു കൂട്ടം പേർ ചേർന്നാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നത്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം ഈ സഭയെ അഭിവൃദ്ധിയിലേക്ക് നടത്തട്ടെ. പ്രത്യേകിച്ച് സെക്ഷൻ Cയുടെയും ഞാൻ ശുശ്രൂഷിക്കുന്ന പുത്രംസഭയുടെ പേരിലുള്ള പ്രത്യേകമായ ദൈവിക അനുഗ്രഹങ്ങളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. രണ്ട് സംശയത്തിലൂടെ കഴിഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കും. അടുത്തതായി നമ്മുടെ സഭയുടെ CAയുടെ വളരെ ആത്മാർത്ഥമായി ഇതിനു വേണ്ടി അധ്വാനിച്ചവരാണ്. CA പ്രതിനിധീകരിച്ചുകൊണ്ട് സഭകൾ വായിച്ചു ചില വാക്കുകൾ, അതുപോലെ സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സൺഡേ സ്കൂളിലെ മാസ്റ്റർ സിസ്റ്റർ ചില വാക്കുകൾ പ്രസ്താവിക്കും. ഈ പ്രിയപ്പെട്ടവർക്കൂടെ അവസരമുണ്ട്. പ്രത്യേക ദൈവം സഹായിക്കട്ടെ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമമായിട്ട് പ്രധാനമാകട്ടെ. എല്ലാവരും വളരെ സന്തോഷത്തോടെ ആയിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പഴസനേജിന്റെ പഴയ ആ ഒരു വീടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മിക്കുകയാണെങ്കിൽ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്താണ് പഴയ പഴസനേജിന്റെ പണി നടക്കുന്നത്. ആ സമയത്ത് ശശി പാസ്റ്റർ ആയിരുന്നു. അന്ന് നമ്മുടെ ഈ നാട്ടിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടിയുള്ള ഒരു പഴസനേജാണ് നമ്മൾ പണിയിപ്പിച്ചത്. പക്ഷേ അതിന്റെ മേൽക്കൂര ഓലയായിരുന്നു. എന്നാൽ അതിനുശേഷം സോണി പാസ്റ്റർ വന്നു. സോണി പാസ്റ്റർ 19 വർഷം നമ്മുടെ സഭയിൽ ശുശ്രൂഷിച്ചു. ആ സമയത്താണ് ആ വീടിന്റെ മേൽക്കൂര അത് വാർക്കുന്ന രീതിയിലോട്ട് മാറ്റിയത്. അങ്ങനെ ആ ശുശ്രൂഷകന്റെ ഒരു പീരീഡ് കഴിഞ്ഞു. അതിനുശേഷം യേശുദാസ് പാസ്റ്റർ വന്നു. അപ്പോൾ ആ വീടിനെ ഫുള്ളായിട്ട് തേച്ച് ഒരു ചെറിയ എനിക്ക് പണിയൊക്കെ ചെയ്ത് അത്യാവശ്യം ശുശ്രൂഷ കഴിഞ്ഞ ശേഷം പള്ളിയുടെ ശുശ്രൂഷ കഴിഞ്ഞ ശേഷം മേളിൽ എല്ലാവർക്കും ഭക്ഷണം തരുന്നതാണ്. എല്ലാവരും കഴിച്ചിട്ട് വേണം പോകാനെന്ന് കൂടെ ദൈവനാമത്തിൽ പ്രവർത്തിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ അവസരം നമുക്ക് കാര്യങ്ങൾ നടത്തി ദൈവം പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമുക്ക് ദൈവസഭയെ പ്രാർത്ഥിക്കാം. കർത്താവിൻ ഭക്തം സ്വർഗസ്ഥനായ ഞങ്ങൾ നല്ല ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇത്രത്തോളം നടത്തിയ ദൈവത്തിന്റെ എല്ലാ കൃപകൾക്കായും വഴികൾക്കായും സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാൽ കർത്താവേ, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമായ ദൈവിക സന്ദേശം നൽകി. കർത്താവേ, പള്ളിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്, അതുപോലെ അത് മുഖാന്തരം ജനത്തിനുണ്ടാകുന്ന നന്മയെക്കുറിച്ച് പ്രിയ നമ്മുടെ ബുദ്ധി ജനത്തോട് ഇടപെട്ടതിനായി സ്തോത്രം. പ്രിയ സാന്നിധ്യം അനുഗ്രഹിക്കണമേ. കർത്താവേ, പള്ളിയുടെ പ്രതിഷ്ഠ ശുശ്രൂഷ നടത്തുവാൻ ദൈവത്തേക്കാൾ ദൈവം തന്നെ പിന്നെയും ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാദാ കൂടിയിരിക്കണമേ പിതാവേ. നമ്മുടെ എല്ലാ അനുഗ്രഹങ്ങൾ ദൈവമേ ഞങ്ങളുടെ നേതൃത്വത്തോളം ഈ ശുശ്രൂഷയെ ദൈവം നടത്തിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്ന് ദൈവത്തിന്റെ വലിയ കൃപ ദൈവം ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, പ്രത്യേകമായ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ അവസരം ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുത്തെ എല്ലാ ശുശ്രൂഷകളുടെയും ദൈവദാസന്മാരുടെയും ദൈവജനത്തിന്റെ സാന്നിധ്യം എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ
എല്ലാ ദൈവദാസന്മാരും എല്ലാവർക്കും അവിടേക്ക് കടന്നു വരാം. അവിടെ ആയിരിക്കും നമുക്ക് തുടർന്നുള്ള ശുശ്രൂഷകൾ. Thank you.